ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. റെഡിയായോ എല്ലാവരും? റെഡിയാണോ? തന്നെ നമ്മള് ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കണം, എന്നാലും ആ ദിവസം മുഴുവനും അങ്ങനെ ആവുള്ളൂ. ചാടി ചാടി പറയണം ഉത്തരവൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെഡിക്കൽ റെക്കോർഡ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ വരെയൊക്കെ പഠിച്ചു എന്ന് വല്ല ഓർമ്മയുണ്ടോ? അനുഷ, എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എവിടെയാ പഠിച്ചുകൊണ്ടിരിക്കുന്നേ? എവിടെയാ വെച്ച് നിർത്തിയിരിക്കുന്നേ? അനുഷയ്ക്ക് പറയാമോ? അനുഷയില്ല? അശ്വിൻ, ഇവിടെ കാണുന്ന പേരാണോ വിളിക്കണേ? വേറെ ആരും ഒന്നും വിചാരിക്കരുത്. നമ്മളിവിടെ നിങ്ങളുടെ പ്രൊഫൈലിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു അക്കൗണ്ടിന്റെ പേര് വെച്ചിട്ടാ വിളിക്കണേ. ഇല്ല, അറിയില്ല? ഓക്കെ, വേണ്ട. റോഷ്നി പറയാമോ? റോഷ്നി? യെസ് മാം. കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ വരെയാണെന്ന് തോന്നുന്നു. കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ വരെയാണെന്ന് തോന്നുന്നു. കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ വരെയാണ്, ഇവിടെ വരെയാണ് എടുത്തതെന്നാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇവിടെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എടുത്തു? അവിടെ വരെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, എല്ലാവരും ഇവിടെ വരെ എത്തിയെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പഠിച്ച് വായിച്ചൊക്കെ നോക്കി ഇവിടെ വരെ എത്തിയിട്ടുണ്ടാവുന്നതാണ് നമ്മള് അസ്യൂം ചെയ്യുന്നത്. അസംഷൻ ആവരുത്, റിയാലിറ്റി ആയിരിക്കണം. അവിടെ വരെയൊക്കെ നന്നായി വായിച്ചു നോക്കണം. പഠിക്കാൻ പറയുന്ന കാര്യങ്ങൾ വൃത്തിയായി പഠിക്കുകയും വേണം. ഓക്കെ, എന്നാലും നമ്മൾ ഈ കോഴ്സ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഏത് കോഴ്സ് പഠിച്ചാലും അങ്ങനെ തന്നെ, ജസ്റ്റ് നമ്മൾ അറിവ് നേടാൻ വേണ്ടിയിട്ടും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും പ്ലസ് രണ്ടും എന്തായാലും ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമുക്ക് ആ ഒരു കാര്യത്തിലെ നോളജ് കൂടി ഉണ്ടായാലും നമ്മൾ ഏത് ഫീൽഡിലും അവിടെയൊക്കെ ഈ പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ജോബിന് വേണ്ടി പോകുമ്പോൾ നമുക്കതൊക്കെ അറിയണ്ടേ. ഇതൊക്കെ ഞങ്ങൾ കേട്ടതാണ്, കണ്ടതാണ്, അറിഞ്ഞതാണ്, ഞങ്ങൾ ടീച്ചർ പഠിപ്പിച്ചതാണ്. അല്ലെങ്കിൽ വിചാരിക്കുക ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നത് ഇതുങ്ങളൊക്കെ ആരാണാവോ പഠിപ്പിച്ചു വിട്ടേ. അപ്പോൾ ഞങ്ങളുടെ അത് നമ്മുടെ ഒരു കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിലോട്ട് വരും. ജസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് ടീച്ചർ വളരെ വ്യക്തമായിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നൊക്കെ അറിയണ്ടേ. അപ്പൊ അതിനു വേണ്ടി അറിവും വേണം. ഓക്കെ, അപ്പൊ നമ്മള് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ എന്നാണ് അവിടെ വരെയാണ് നമ്മൾ എടുത്തത്. ഐ തിങ്ക് അതുവരെ തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തീർന്നല്ലോ അല്ലെ? തീർന്നില്ലേ? യെസ് ഓർ നോ? അത് തീർന്നല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് ഇനി വീണ്ടും അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ ക്ലിയർ ആവുന്ന കാര്യങ്ങളാണ്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് നമുക്ക് അതൊന്ന് അതിന്റെ മീനിങ് മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ റെക്കോർഡുകളായിട്ട് വരുന്നത്. ഈ റെക്കോർഡുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് അതൊരു റെക്കോർഡായി മാറുന്നത്, റെക്കോർഡുകൾ എപ്പോ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റെക്കോർഡുകളെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ, അതിന് ഏതൊക്കെ റെക്കോർഡ്, ഇപ്പൊ പേഷ്യന്റിന്റെ കൺസെന്റുകൾ പല രീതിയിലുള്ളതുണ്ട്. സർജറിക്ക് കൊടുക്കുന്ന കൺസെന്റ്, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കൊടുക്കുന്ന കൺസെന്റ്, അത് റെക്കോർഡായി മാറുന്നു. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ, ഒരു OP വിഭാഗത്തിൽ വരുമ്പോൾ നമ്മുടെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ബിക്കംസ് എ റെക്കോർഡ്. അതും റെക്കോർഡായി മാറുന്നു. നമുക്ക് എന്തെങ്കിലും സർജറീസ് നടത്തി, ലാബ് ടെസ്റ്റുകൾ നടത്തി, അതിന്റെയൊക്കെ റിപ്പോർട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നു, അതും റെക്കോർഡുകളായി മാറുന്നു. ഒരുപാട് റെക്കോർഡുകൾ ഹോസ്പിറ്റൽ ഹാസ് ടു കീപ്പ് അല്ലെ, ഹോസ്പിറ്റലിന് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതെല്ലാം സിസ്റ്റമാറ്റിക് ഓർഡറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനുള്ളത്. റെക്കോർഡുകളെല്ലാം കീപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ട് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ടത് അങ്ങനെയും, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ളതൊക്കെ അങ്ങനെയും സൂക്ഷിക്കേണ്ട റെസ്പോൺസിബിൾ ഓഫീസേഴ്സ് എവിടെ ഉണ്ടായിരിക്കും? ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പഠിക്കുന്നത് കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ പറഞ്ഞിട്ടില്ല.
ഇനി പേഷ്യന്റ് എന്താണ് ഒരു തന്റെ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്മതം, അതായത് എന്റെ കാര്യങ്ങൾ ഇന്ന ആളുകളുമായിട്ടൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം എന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇറ്റ് പെർമിറ്റ്സ്, ആ ഒരു കൺസെന്റ് കിട്ടി കഴിയുമ്പോൾ ഇറ്റ് പെർമിറ്റ്സ് ദ ഹോസ്പിറ്റൽ ടു സെൻഡ് ദ നെയിംഡ് ഓർഗനൈസേഷൻസ് ദ കോപ്പീസ് ഓഫ് ദ പേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡ്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഏതെങ്കിലും പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ഏതെങ്കിലും ഓർഗനൈസേഷൻസിലേക്ക് കൈമാറണം എന്ന് വിചാരിക്കാം. അപ്പൊ ആ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫൈഡ് ആയിട്ട് നെയിം ചെയ്തിരിക്കുന്ന ആ ഒരു ഓർഗനൈസേഷനിലേക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കൊടുക്കാം. എങ്ങനെയാണെങ്കിൽ മാത്രം ഇഫ് ദർ ഈസ് എനി കൺസെന്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഷ്യന്റിന്റെ സമ്മതം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിന് എന്തുണ്ട്, അനുവാദമുണ്ട്. ആ പേഷ്യന്റ് ഇപ്പൊ എനിക്കൊരു രോഗം, ആ രോഗമായിട്ട് ഞാൻ കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പൊ എന്നെ സംബന്ധിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ആ ഹോസ്പിറ്റലിന്റെ റെക്കോർഡ്സിലുണ്ട്. ഇപ്പൊ നമ്മുടെ എന്താ പറയുക, നമ്മളിപ്പോ ഏതെങ്കിലും ജോലി ഒരു വർക്ക് പ്ലേസിൽ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാമെന്ന് വിചാരിക്കുക, വേറെ എവിടെയെങ്കിലും. അപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് അയച്ചിട്ട് നമുക്ക് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എന്താ പറയാ, നമുക്കിപ്പോ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും, ഇപ്പൊ നമ്മളെ ഹെൽത്തി ആണെങ്കിൽ മാത്രം ചില എന്താ പറയുക ജോലികൾക്ക് നമ്മുടെ ഹെൽത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ രോഗമുണ്ടോ എന്നൊക്കെ നോക്കി അതൊക്കെ എന്താ പറയാ വെരിഫൈ ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് ചില ഓർഗനൈസേഷനിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് എബ്രോഡൊക്കെ പോകുന്ന ആൾക്കാർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് അവർക്ക് ഹെൽത്ത് വൈസ് ദേ ആർ ഓക്കെ എന്ന് നമുക്ക് അവർക്ക് എന്ത് ചെയ്യണം, നോക്കണം. കാരണം ഇവിടുന്ന് രാജ്യം വിട്ട് പുറത്തേക്കൊക്കെ പോയി കഴിയുമ്പോൾ ക്ലൈമറ്റ് കണ്ടീഷൻസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, അവിടുത്തെ ഫുഡ് ഹാബിറ്റ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ എന്താ പറയാ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ പറയുന്ന ആളുടെ, ഈ പോകുന്ന ആളുടെ എന്താ പറയാ ആരോഗ്യം സമ്മതിക്കും. അല്ലെങ്കിൽ ആൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാത്തിനെയും റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ഉണ്ടെന്ന് വെരിഫൈ ചെയ്ത് എന്ത് ചെയ്യുന്നത്, സർട്ടിഫൈഡ് ആയിട്ട് റെക്കോർഡായിട്ട് ആൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഓർഗനൈസേഷനിലേക്ക്. അതിന് ആരുടെ കൺസെന്റ് വേണം? ഐ ഷുഡ് കൺസെന്റ്. ഞാൻ എന്റെ റെക്കോർഡുകളാണ് ഇങ്ങനെ ഇതേതെങ്കിലും ഓർഗനൈസേഷനിൽ പ്രൊവൈഡ്, എന്റെ സമ്മതത്തോട് കൂടി എന്ത് ചെയ്യാം, ഹോസ്പിറ്റൽസിന് അങ്ങനെ ചെയ്യാനുള്ള അനുവാദം ഉണ്ട്. അതാണ് അതിന്റെ മീനിങ് കേട്ടോ. ഇറ്റ് പെർമിറ്റ്സ് ദ ഹോസ്പിറ്റൽ ടു സെൻഡ് ദ സ്പെസിഫിക്കലി നെയിംഡ് ഓർഗനൈസേഷൻസ് ദ കോപ്പീസ് ഓഫ് ദ പേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡുകൾ കൈമാറുന്നതിൽ ഏത് ഓർഗനൈസേഷനിലേക്കാണോ അത് ഇങ്ങനെ ഇന്ന ഓർഗനൈസേഷനിലേക്ക് ഇന്ന ആളുടെ റെക്കോർഡുകളുടെ ഒരു കോപ്പി കൈമാറണം എന്ന് പറയുകയാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ഓർഗനൈസേഷനിലേക്കാണ്. അല്ലാതെ തോന്നിയവർക്കൊന്നും എല്ലാവർക്കും കൊടുക്കാനല്ല കേട്ടോ. ഇന്ന ഓർഗനൈസേഷനിൽ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ എനിക്ക് ജോലി കിട്ടുകയാണ്. അപ്പൊ ആ ജോലിക്ക് എന്റെ ഹെൽത്ത് വൈസ് ഇഫ് ഐ ആം ഓക്കെ എന്നുള്ളത് വെരിഫൈ ചെയ്ത് സർട്ടിഫൈ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ഡോക്ടറെ കണ്ടതും അതുപോലെ തന്നെ എന്റെ ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ റെക്കോർഡ്സിൽ നിന്ന് കളക്ട് ചെയ്ത് അവരോട് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരാൻ പറയുമ്പോൾ ആ പറഞ്ഞിരിക്കുന്നത് എവിടേക്കാണ് XYZ ലിമിറ്റഡ്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ആ കമ്പനിയിലാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കണം. അപ്പൊ അവരുടെ പേരിട്ടായിരിക്കും നമുക്കിത് എഴുതി തരാം. അപ്പൊ ഹോസ്പിറ്റൽസിന് അങ്ങനെ ഒരു പെർമിഷൻ ഉണ്ട്. ഇനി അത് എവിടെയായിരിക്കും, ഇറ്റ് ഷുഡ് ബി റിട്ടേൺ, അത് എവിടെയായിരിക്കും അത് എഴുതുക അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുക? ഇറ്റ് വിൽ ബി അറ്റ് ദ ബാക്ക് സൈഡ് ഓഫ് ദ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഫോം. അഡ്മിഷൻ ചെയ്യുന്ന സമയത്തോ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ഉള്ള ഒരു ഫോം ഉണ്ടല്ലോ, അത് രണ്ടിലും കൂടി ഒരു ഫോം ആയിരിക്കും. ചിലപ്പോൾ അഡ്മിഷൻ ആണെങ്കിൽ അഡ്മിഷൻ പറ്റിയത് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാ, അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഫോം എന്നായിരിക്കും. അഡ്മിഷന്റെ സമയത്ത് അഡ്മിഷനെ അവിടെ നിർത്തിയിട്ട് എന്താ പറയാ ഡിസ്ചാർജ് ക്യാൻസൽ ചെയ്ത് കളയും. ഡിസ്ചാർജിന്റെ സമയത്താണ് അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ഡിസ്ചാർജ് അവിടെ നിലനിർത്തും. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്ക് സൈഡിൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ നമ്മുടെ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് പേഷ്യൻസിന്റെ സിഗ്നേച്ചർ ഓൾസോ ഷുഡ് ബി ദർ ഓൺ ദ ഫോം. ആ ഫോമിന്റെ ലാസ്റ്റ് എന്ത് ചെയ്തിരിക്കണം, എഴുതി കഴിഞ്ഞ ശേഷം അത് പേഷ്യന്റ് അത് സമ്മതിച്ചു എന്നുള്ളത് സിഗ്നേച്ചർ പ്രകാരം അത് രേഖപ്പെടുത്തുക. ആൻഡ് ദ ഹോസ്പിറ്റൽ ക്യാൻ റിലീസ് ദാറ്റ് മെഡിക്കൽ റെക്കോർഡ്. അത്തരം ഇൻഫോർമേഷൻസ് ആർക്ക് വേണമെങ്കിലും ആളുടെ കറന്റ് ആളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഉൾപ്പെടുത്തി എന്ത് ചെയ്യാം, ഹാൻഡ് ഓവർ, ഇത് കൈമാറാവുന്നതാണ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്, കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫോർമേഷൻ. ക്ലിയർ ആണോ? ആ ഒരു ഭാഗം ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? എനി ഡൗട്ട്? പേഷ്യൻസിന്റെ സിഗ്നേച്ചർ ഷുഡ് ബി ദർ ഓൺ ദ ഫോം. ആ ഫോമുമായി കൃത്യമായി പേഷ്യന്റിന്റെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. അടുത്തത് സ്പെഷ്യൽ കൺസെന്റ് ആണ്. ഇനി ചില പ്രത്യേക സാഹചര്യങ്ങളിലും പേഷ്യൻസിന്റെ സമ്മതം മേടിക്കാറുണ്ട്. അതേത് പ്രത്യേക സാഹചര്യങ്ങള്? ഓക്കെ, അവിടെ പറഞ്ഞിട്ടുണ്ട് നീഡഡ് ഫോർ എനി നോൺ റുട്ടീൻ ഡയഗ്നോസ്റ്റിക്
അതായത് സാധാരണ പതിവായി ഉണ്ടാകുന്ന റുട്ടീൻസ് അല്ലാതെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് പനി, ചുമ, തലവേദന എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചെക്ക് ചെയ്യുന്നത് പനി നോക്കും. ഇപ്പൊ പനി നോക്കാൻ എന്താ പറയാ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ട് പുറത്ത് തന്നെ വെച്ചിട്ടൊക്കെ പനി നോക്കുന്ന പല എക്യുപ്മെന്റുകളുണ്ട്. അങ്ങനെ പനി നോക്കുന്നു. അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും വെരിഫിക്കേഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, നമ്മുടെ ബോഡിയുടെ അവിടെ ഇവിടെയൊക്കെ സ്ട്രക്ചർ ഒക്കെ വെറുതെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി കിടത്തുന്നു. ഇതിനൊന്നും പേഷ്യന്റിന്റെ സമ്മതം വേണ്ടിയിട്ടൊന്നും നിർബന്ധമില്ല. അതൊക്കെ റുട്ടീൻ കെയറിൽ പെട്ടതാണ്. അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ എന്താണ് പറയാ പ്രഷർ നോക്കും. ഓക്കെ, ഇത് ഡോക്ടർ ചെല്ലുമ്പോ ഒരു ചുമയൊക്കെ അധികമായിട്ട് ചെല്ലുമ്പോ ഡോക്ടേഴ്സ് പ്രഷറൊക്കെ നോക്കാറുണ്ട്. കൊച്ചുകുട്ടികളുണ്ടല്ലോ കേട്ടോ, വലിയ ആൾക്കാരുടെയൊക്കെ. അപ്പൊ അങ്ങനെ നോക്കും. ഇതിനൊന്നും പേഷ്യന്റിന്റെ കൺസെന്റ് ആവശ്യമില്ല. അതൊക്കെ റുട്ടീൻ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് രീതികളാണ്. അതേസമയം നോൺ റുട്ടീൻ ആയിട്ടുള്ളത്, അത് പതിവായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന അല്ലാത്ത പല തരത്തിലുള്ള കാര്യങ്ങൾക്കും പേഷ്യന്റിന്റെ സമ്മതം ഷുഡ് ബി ദർ, അല്ലെ? അത് ചികിത്സാ സംബന്ധമായിട്ടുള്ളത് എന്തെങ്കിലും പർട്ടിക്കുലർ ഇന്നൊരു കാര്യം ചെയ്യാറുണ്ട്, അപ്പൊ ചെറിയൊരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ചെറിയൊരു ടെസ്റ്റ് ഇന്നത് നടത്തണം. അപ്പൊ അതിന് കൺസെന്റ് ചിലപ്പോൾ ചിലതിന്റെയൊക്കെ വാങ്ങിക്കേണ്ടി വരും. ചിലപ്പോൾ അനസ്തേഷ്യ ചെറുതാണെങ്കിൽ കൂടി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അനസ്തേഷ്യ കൊടുക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, എന്തെങ്കിലും മെഡിസിൻസിന് അലർജിക്കൽ ആയിട്ടുണ്ടോ, അപ്പൊ ഇത് ഞങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പേഷ്യന്റിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിന്റെയും കയ്യിൽ നിന്ന് കൺസെന്റ് ഒക്കെ വാങ്ങിക്കാറുണ്ട്. അതാണ് പറഞ്ഞേക്കണേ. നീഡഡ് ഫോർ എനി നോൺ ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് should be taken from the പേഷ്യന്റ് ഇത് തീർച്ചയായിട്ടും അത്തരം സമ്മതം വാങ്ങിക്കണം. ഇത് ഒരു റിട്ടൺ പ്രൂഫാണ്. ഇതൊരു തെളിവിന് വേണ്ടിയിട്ടാണ്. ഇഫ് അതായത് പേഷ്യന്റ് എഗ്രീസ് ടു പ്രൊസീഡ് വിത്ത് ദ പ്രൊസീജിയേഴ്സ്, ആ ഒരു പ്രൊസീജിയേഴ്സുമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പേഷ്യന്റിന് സമ്മതമാണ് എന്ന് തെളിയിക്കുന്നതാണ് എന്ത്, ഈ ഒരു പ്രൂഫ്, ഈ റിട്ടൺ പ്രൂഫ്, ഈ കൺസെന്റ് എന്ന് പറയുന്നത്. സമ്മതം എഴുതി വാങ്ങിക്കുന്ന അതിനാ, അതായത് കുഴപ്പമില്ല, എനിക്ക് ഈ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, ഐ എം ഓക്കെ എന്ന് പേഷ്യന്റിന്റെ ചിലപ്പോ റിലേറ്റീവ്സിന്റെ വാങ്ങിക്കും. ചിലപ്പോ നമുക്കറിയാലോ ഈ സിസേറിയൻ സെക്ഷൻ ഒക്കെ നടക്കുമ്പോൾ അറിയാം പേഷ്യന്റിന്റെയും അതുപോലെ തന്നെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആളുടെയും സമ്മതം വാങ്ങിക്കും, അല്ലെ? കാരണം അത് ഇപ്പൊ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്തേ മതിയാകും. സോ പെട്ടെന്ന് തന്നെ നമുക്ക് കൺസെന്റ് ഫോം ഒക്കെ ഫില്ല് ചെയ്ത് തരണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ എടുക്കുന്നു. അത് കൊടുക്കുമ്പോ നമ്മൾ സമ്മതിക്കുകയാണ്, എന്ത് വോളണ്ടറിലി നമ്മൾ സമ്മതിക്കുകയാണ്. ഐ എം അഗ്രീഡ് ടു ദിസ് പ്രൊസീജിയർ, ഈ ഒരു പ്രൊസീജിയറിന് ഞാൻ അഗ്രി ചെയ്യുന്നതിന് സമ്മതിക്കുന്നത് തന്നെയാണ്. ഓക്കെ, ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ. അപ്പൊ അങ്ങനെ ഒരു കൺസെന്റ് നമ്മൾ കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈ ലോഫുള്ളി നമ്മൾ നിയമപരമായിട്ട് മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് റെഗുലേഷൻസ്, മെഡിക്കൽ സ്റ്റാഫും അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ക്യാൻ എക്സിക്യൂട്ട് ദെയർ ഓപ്പറേഷൻസ്. ഇപ്പൊ സർജറി ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, ക്യാൻ ബി ഡൺ ബൈ ദ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫിന് അതുമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന നഴ്സുമാരും ഒക്കെ ഉണ്ടായിരിക്കും. അവർക്ക് നിയമപരമായിട്ട് അത്തരം കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഓൺലി ഓൺ ദ കൺസെന്റ് ഓഫ് ദ പേഷ്യന്റ്. അപ്പൊ പേഷ്യന്റിന്റെ സമ്മതം കൂടാതെ പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ നിയമപരമായിട്ടുള്ള ഏറ്റവും അടുത്തതായിട്ടുള്ള ലീഗലായിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സോ ഒക്കെ ഇല്ലാതെ എന്താണ് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ എക്സെപ്റ്റ് എമർജൻസി സിറ്റുവേഷൻ അവിടെ എടുത്തു പറയുന്നുണ്ട്. ഭയങ്കരമായ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി സമ്മതം വാങ്ങിക്കാൻ ആസ് സൂൺ ആസ് പോസിബിൾ അവർ ശ്രമിക്കും. പക്ഷെ ചിലപ്പോ അത് വാങ്ങിക്കാൻ പോലുമുള്ള ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും ഇഫ് ദേ ആർ നോട്ട് ഹാവിംഗ്, അവർക്ക് ആ ഒരു പ്രൊസീജിയർ കൺസെന്റ് കൂടാതെ തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് നമുക്ക് ലൈഫിനെ അപ്പം സേവ് ചെയ്യാൻ വേറെ നിവൃത്തിയില്ല. വി മസ്റ്റ് ഡു ഇറ്റ്. നമ്മളത് ഫോഴ്സ്ഫുള്ളി അപ്പൊ ചെയ്യണം എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആളുടെ സമ്മതം മേടിക്കാനോ ആളുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിന്റോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഒക്കെ സമ്മതം മേടിക്കാൻ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അത്തരം എമർജൻസി സിറ്റുവേഷൻ ഒഴികെ ബാക്കി ഏത് സിറ്റുവേഷൻസിലും മെഡിക്കൽ staff can execute their operations or surgeries only after the consent of the patient. തീർച്ചയായിട്ടും കൺസെന്റ് കൂടാതെ അത് ചെയ്യാൻ പാടില്ല എന്നാണ് ആ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അതാണ് സ്പെഷ്യൽ കൺസെന്റ്. സ്പെഷ്യൽ കൺസെന്റ് കൂടാതെ ഒരിക്കലും ആ ഒരു പ്രൊസീജിയർ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ് ആണ് പറഞ്ഞത്. തേർഡ് പോയിന്റ്, മെഡിക്കൽ സ്റ്റാഫുകൾ ബൈ ലോ മീൻസ് ലോഫുള്ളി, നിയമപരമായി അവിടുത്തെ ഹോസ്പിറ്റൽസിന്റെ നിയമത്തിന് അനുസൃതമായിട്ട് കൺസെന്റ് വാങ്ങിക്കണം, നിർബന്ധമാണ്. ആ 2 പോയിന്റ് കൂടി കൂട്ടി പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. അത് തന്നെയാ വീണ്ടും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് അത് മെഡിക്കൽ സ്റ്റാഫിനെ വെച്ച് പറഞ്ഞിരിക്കുന്നു. കൺസെന്റ് വേണമെന്ന് ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നു. പേഷ്യൻസിന് നോൺ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള പതിവായിട്ട് റുട്ടീൻ ആയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ടെസ്റ്റുകളോ മറ്റു കാര്യങ്ങളോ അല്ലാതെ
വേറെ എന്തെങ്കിലും പേഷ്യന്റിന്റെ ശരീരത്തിൽ നിന്ന് എടുക്കാനോ ശരീരത്തിൽ പരീക്ഷിക്കാനോ നോക്കുമ്പോൾ അതിന് കൺസെന്റ് തീർച്ചയായും പേഷ്യന്റിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം. അതൊരു റിട്ടൺ പ്രൂഫ് ആണ്. അവർക്ക് ഞാൻ ഈ ഒരു പ്രൊസീജിയറിന് അഗ്രി ചെയ്യുന്നു എന്ന് റിട്ടൺ ചെയ്ത് സമ്മതിക്കുന്ന ഒരു പ്രൂഫാണ് ഈ കൺസെന്റ് എന്ന് പറയുന്നത്. ഈ കൺസെന്റ് എടുത്ത് മാത്രമാണ് നിയമപരമായിട്ട് മെഡിക്കൽ സ്റ്റാഫുകൾ എക്സിക്യൂട്ട് ദാറ്റ് പർട്ടിക്കുലർ സർജറി ഓർ പ്രൊസീജിയർ. അത്തരം സർജറിയോ പ്രൊസീജിയേഴ്സോ മുന്നോട്ടേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിയമപരമായി മെഡിക്കൽ സ്റ്റാഫിന് ഈ കൺസെന്റ് ഇല്ലാതെ പറ്റില്ല. എന്നാൽ ഇൻ സർട്ടൻ എമർജൻസി സിറ്റുവേഷനിൽ അതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? ഈ മൂന്ന് കാര്യം ഒരു കാര്യം തന്നെയാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് മൂന്ന് രീതിയിൽ പറഞ്ഞിരിക്കുന്നു. മെഡിക്കൽ സ്റ്റാഫിന് കുറച്ചും കൂടി സ്ട്രെസ് കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ സ്റ്റാഫ്സ് നിർബന്ധമായിട്ട് നിയമപരമായി ഈ ഒരു സമ്മതം മേടിക്കാണ്ട് ചെയ്യാൻ പാടില്ലെന്ന്. മറ്റത് അവര് കൺസെന്റ് മേടിക്കണമെന്ന്. ഇത് അങ്ങനെ മേടിക്കാതെ ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമാണെന്ന്. ക്ലിയർ ആയോ? പറ. ചോദിച്ചാള് ഉമാ അങ്ങനെ ആരോ ഉള്ള ചോദിച്ചത് ക്ലിയർ ആയോ? ചോദിച്ച ആൾക്ക് ഓക്കെ. നെക്സ്റ്റ് ക്ലിനിക്കൽ ഡാറ്റാസ് ആണ്. ഓക്കെ. അപ്പൊ ഇനി നമ്മള് കുറച്ച് ഡാറ്റകളാണ്, അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ ഡാറ്റാസ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഹോസ്പിറ്റൽസിന്റെ ക്ലിനിക്കൽ ഡാറ്റ, ദാറ്റ് മീൻസ് ഓൾ ദ റെക്കോർഡ്സ് വിച്ച് ആർ കെപ്റ്റ് ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് എ ഡാറ്റ. അല്ല, എന്താ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻസ് കളക്റ്റഡ്. അതാണ് നമ്മൾ സാധാരണ നോർമൽ ഭാഷയിൽ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡാറ്റാസ് ചോദിക്കും. നിങ്ങളോട് ഇപ്പം ഞാൻ നിങ്ങളെ സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തിയേ, ഒരു സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മൾ ക്ലാസ്സിൽ ആദ്യമൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ 7th ബാച്ചുകാർ ഒരുപാട് സ്ട്രെങ്ത് ആയതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറയാനായിട്ട് പറ്റിയില്ല. കാരണം ഇത്രയും പേരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഈ ഒരു കോഴ്സ് കൊണ്ടൊന്നും തീരില്ല. അതുകൊണ്ട് നമ്മളത് പതുക്കെ അവിടെ വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഇല്ലേ, നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞു, ഞാൻ എന്റെ പേര് ഇന്നതാണ്, ഞാൻ എന്താ പറയാ ഇന്ന കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആളാണ്, ഞാൻ ഹൗസ് വൈഫ് ആയിട്ട് തിരിക്കുന്നു, അപ്പൊ ഈ കോഴ്സ് പഠിക്കുന്നു, ഇന്ന സ്ഥലത്താണ് എന്റെ വീട്, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മളോട് പറയും, ഷെയർ ചെയ്യും. സോ ഇറ്റ്സ് എ ഡാറ്റ വിച്ച് ഈസ് കളക്റ്റഡ് ബൈ മീ. ഞാനത് നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു ഡാറ്റ ആണ്. അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഹോസ്പിറ്റൽസ് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് എല്ലാമാണ് ഈ റെക്കോർഡായിട്ട് വരുന്നത്. സോ വാട്ട് ആർ ദ ക്ലിനിക്കൽ ഡാറ്റാസ്? അപ്പൊ എന്തൊക്കെ ഡാറ്റാസ് ഉണ്ടെന്ന് അവിടെ പോയിന്റ് ആയിട്ട് ഒരു 10-22 പറയുന്നുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻസ് താഴെ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനേ പോകുന്നില്ല. ബിക്കോസ് അവിടെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞാൽ അപ്പൊ എന്തൊക്കെയാ? ഒന്ന്, അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതുമായ റെക്കോർഡ്. മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യന്റിനെ സംബന്ധിക്കുന്ന അവരുടെ ഹിസ്റ്ററി. ഫിസിക്കൽ എക്സാമിനേഷൻ, അവരുടെ ശാരീരികമായിട്ടുള്ള പരിശോധന. ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട് എന്നാണ് 5 എന്നുള്ള പോയിന്റിലേക്ക് ഇറങ്ങി വന്നതാണ്. ഫിസിഷ്യൻസ് മാത്രമേ 4 എന്ന് പറയുന്ന പോയിന്റിലുള്ളൂ. അതായത് 23 ഇവിടെ നമ്പർ ഇട്ട് കാണും നിങ്ങൾക്ക്, പക്ഷെ 22 ഉള്ളൂ. ആ 4ാമത്തെ പോയിന്റിലെ ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ടിനോടൊപ്പം ചേർക്കേണ്ടതാ. ഫിസിഷ്യൻസിന്റെ പ്രോഗ്രസ് നോട്ട് എന്ന് വെച്ചാൽ ഫിസിഷ്യൻ ഓരോ രോഗിനെയും പരിശോധിച്ച് ചെയ്യുമ്പോൾ ഓരോ മാറ്റങ്ങൾ, എത്രത്തോളം അസുഖത്തിന് കുറവ് വന്നിട്ടുണ്ട് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത്. അതാണ് ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട് ഒരുമിച്ചാണെന്ന്. ക്ലിയർ ആയോ പറഞ്ഞത്? ഫിസിഷ്യൻസ് വേറെ, പ്രോഗ്രസ് നോട്ട് വേറെ അല്ല. ഫിസിഷ്യൻസ് അവിടെ അത് ഇൻകംപ്ലീറ്റ് ആണ്. അതിന്റെ ആ ബാക്കി ഭാഗം താഴേക്ക് പോയതാണ് ടൈപ്പ് ചെയ്തപ്പോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തപ്പോഴായിരിക്കും. ഐ ഡോണ്ട് നോ, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട് എന്നാണ് ആ പോയിന്റ്. പാത്തോളജി റിപ്പോർട്ട്, റേഡിയോളജി റിപ്പോർട്ട്, ഇലക്ട്രോകാർഡിയോഗ്രാഫ് റിപ്പോർട്ട്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്, ഓപ്പറേറ്റീവ് ഡാറ്റ എല്ലാത്തിനും വിശദീകരിക്കുന്നുണ്ട് താഴെ. അതുകൊണ്ട് നമ്മൾ അവിടെ പറയുള്ളൂ. അനസ്തേഷ്യ റിപ്പോർട്ട്, റിക്കവറി റൂം റിപ്പോർട്ട്, ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, നഴ്സിംഗ് ഡാറ്റ, നഴ്സസ് നോട്ട്സ്, TPR ഗ്രാഫിക് ചാർട്ട്, മെഡിക്കേഷൻ ചാർട്ട്, ഡയറ്റ് ചാർട്ട്, ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ട്, റെസ്പിറേറ്ററി തെറാപ്പി റിപ്പോർട്ട്, മിസ്സലേനിയസ് റിപ്പോർട്ട്സ്, ലബോറട്ടറി റിപ്പോർട്ട്സ് ആൻഡ് ഡിസ്ചാർജ് സമ്മറി. ഇത്രയും കണ്ടപ്പോ നിങ്ങൾക്ക് കാണാം ലാസ്റ്റ് പോയിന്റ് 23ാമത്തെ ഒരു ഡാറ്റയാണ്. ആ 23 ഇല്ല, അവിടെ 22 കാണുള്ളൂ. ബിക്കോസ് നമ്മളത് 2 എണ്ണമായിട്ട് 4ഉം 5ഉം കിടന്നത് ഒരെണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട്. സോ ഇറ്റ് ബിക്കംസ് 22 ഡാറ്റാസ് ആണ് ക്ലിനിക്കൽ ഡാറ്റയിൽ വരുന്നത്. ഈ 22 എണ്ണം ഇവിടെ താഴെ വീണ്ടും ഇങ്ങനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ കൂടി ഒന്ന് കണ്ണോടിച്ച് പോകാം. ഓക്കെ, ഒന്നുകൂടി പറയാം. ക്ലിനിക്കൽ ഡാറ്റാസ്, അഡ്മിഷൻ, ഡിസ്ചാർജ് റെക്കോർഡ്, മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ. കുറെയൊക്കെ ആ വാക്ക് കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇത് ഇന്നതാണ് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? കുറച്ചൊക്കെ മനസ്സിലായില്ലേ? ഈ പോയിന്റുകൾ 22 പറഞ്ഞിട്ട് കുറച്ചൊക്കെ ഇതെന്തായിരിക്കും നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ.
കുറെയൊക്കെ നമ്മൾ വെല്ലോടത്തൊന്നും മാത്രം കേട്ട് പഠിക്കരുത്. സ്വയം നമുക്ക് അത് ഇന്നതായിരിക്കുമെന്ന് നമുക്കും കൂടി അസ്യൂം ചെയ്യാനായിട്ട് പറ്റണം. അസ്യൂം ചെയ്തോ എന്നിട്ട് അത് റിയൽ ആണോ എന്ന് നമുക്ക് താഴെ പറയുമ്പോ കേൾക്കാലോ. ഒന്ന് അസംഷൻ ആവശ്യമുണ്ട് കേട്ടാ. ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിഷ്യൻസ് പ്രോഗ്രസ് റിപ്പോർട്ട്, pathology report, radiology report, electrocardiograph report, consultation report, operative data, anesthesia report, recovery room record, operative report, nursing data, nurses notes, TPR graphic chart, medication sheet, diet chart, physical therapy report, respiratory therapy report, miscellaneous reports, laboratory reports, and discharge summary. ഇനി നമുക്ക് ഇതെന്താണ് ഓരോന്നും നോക്കാം. വായിക്കാനൊക്കെ പഠിച്ചോ എല്ലാവരും? ഇത്രയും ക്ലിനിക്കൽ ഡാറ്റാസ് ഒരു പേഷ്യന്റുകളെ ഹോസ്പിറ്റൽസിൽ വരുമ്പോ ഇത്രയും ഡാറ്റകളൊക്കെ അവർ ശേഖരിച്ച് വെക്കുന്നുണ്ട്. അഡ്മിറ്റ് ചെയ്താ വേറെ, ഓപ്പറേഷൻസ് വന്നാ വേറെ, നഴ്സുമാരുടെ റിപ്പോർട്ട് വേറെ, ഫിസിഷ്യൻസിന്റെ റിപ്പോർട്ട് വേറെ, ലബോറട്ടറി റിപ്പോർട്ട്സ് വേറെ. നോക്കിയേ എന്തുമാത്രം റിപ്പോർട്ടുകളാണ് അവിടെ വരുന്നത്. ഇതെല്ലാം ഡാറ്റാസ് ആണ്. ഈ ഡാറ്റ ഒക്കെ എന്തായി മാറും? റെക്കോർഡായി മാറും. ഇന്നത്തെ ഡാറ്റ നാളത്തെ റെക്കോർഡായി മാറും. ഡാറ്റാസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് റെക്കോർഡ്സ് ആക്കി മാറ്റണം. ചില സമയത്ത് അത് വളരെയധികം അത്യാവശ്യമായിട്ട് വരേണ്ട സാഹചര്യങ്ങളുണ്ട് അല്ലെ? നിയമപരമായിട്ട് നീങ്ങേണ്ടതിലൊക്കെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഡാറ്റാസ് ഒക്കെ അയ്യോ അത് ഇവിടെ ഇല്ല, അവിടെ ഇല്ല, അത് അന്ന് നടന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല. കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് വെക്കേണ്ട ഡാറ്റകളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. മറന്നുപോയാ? പ്രയോറിറ്റി കൊടുത്തു വെക്കേണ്ട കുറെ ഡാറ്റാസിനെ കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ഉണ്ടോ? അന്ന് പഠിപ്പിച്ച ആൾക്കാരൊന്നും ഇവിടെ ഫ്രണ്ടിലില്ല. ഉറങ്ങിപ്പോയാ? നിങ്ങള് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യണേ. കേട്ടില്ല നിങ്ങളൊന്നും? പ്രയോറിറ്റി കുറച്ച് ഡാറ്റാസ് ഒക്കെ പ്രയോറിറ്റി ഉള്ളതുണ്ട്. അതൊരിക്കലും അത് നമുക്ക് കളയാൻ പാടുള്ളതല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ഡാറ്റാസ് ഒക്കെ ഇതെല്ലാം എന്താകും? ഒരു സമയത്തെ ഡാറ്റ, ഇന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ ഇസ് റെക്കോർഡ് ഓഫ് ടുമോറോ അല്ലെ? അത് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപകരിക്കും രീതിയിലാണ് നമ്മൾ പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്. അതിനാണല്ലോ എന്ത് കാര്യമായാലും, ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, ഇത്തരം എന്ത് കാര്യങ്ങളും പ്രസന്റിൽ നടക്കുന്ന കറന്റ് സിറ്റുവേഷനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പല രീതിയിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ മൊബൈൽ ഫോണുകളിൽ വീഡിയോസ് ആയിട്ടായിരിക്കാം, റെക്കോർഡ്സ് ആയിട്ടായിരിക്കാം, ഫോട്ടോസ് ആയിട്ടായിരിക്കാം. ഇതെല്ലാം റെക്കോർഡ് ചെയ്യും. അത് ഡാറ്റാസ് ആണ്. അത് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസ് ആണ്. അത് പിന്നീട് അതെന്താകുന്നു? അത് ഫ്യൂച്ചറിലേക്ക് ഉപയോഗിക്കാനും കൂടിയിട്ടാണ് അല്ലെ? അത് പാസ്റ്റിലേക്ക് വരുമ്പോൾ അതൊരു റെക്കോർഡായി മാറി. അത് അവിടെ റെക്കോർഡ്സിലുണ്ട് എന്ന്. ഓക്കെ, ഫസ്റ്റ് വൺ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡാണ്. All patients, those who are admitted in the hospital, and also when they are discharged, there will be a record. തീർച്ചയായിട്ടും ഏത് ഹോസ്പിറ്റൽസിൽ ഏത് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്താലും അവിടെ പല റെക്കോർഡുകളും അഡ്മിഷന്റെ സമയത്തൊക്കെ ഉണ്ടായിരിക്കും. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്: സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, എന്തൊക്കെ പരിശോധനകൾ നടത്തി, എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തിയോ, എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് നടത്തിയോ, ഇതൊക്കെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ സംബന്ധിക്കുന്ന റെക്കോർഡ്. അഡ്മിഷന്റെ സമയത്ത് അഡ്മിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഒരു രോഗിയുടെ രോഗം എന്താണെന്ന് ക്ലിയർ ആയിട്ട് ചിലപ്പോ ഫിസിഷ്യൻസിന് അണ്ടർസ്റ്റാൻഡ് മേക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല ആ ആൾക്ക് അവിടെ കിടത്തി കൂടുതൽ ചികിത്സ, കൂടുതൽ കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ രണ്ട് സിറ്റുവേഷൻസിലുമാണ് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്? വീട്ടിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ മരുന്ന് മാത്രം കഴിച്ചാൽ ചിലപ്പോൾ പറ്റില്ല. അപ്പൊ അവർക്ക് കൂടുതൽ കെയർ കൊടുക്കേണ്ടതിന് വേണ്ടിയിട്ട് അവര് പല ലാബ് ടെസ്റ്റുകളോ ബോഡി ഫ്ലൂയിഡുകളൊക്കെ എടുത്ത് ടെസ്റ്റുകളോ ഒക്കെ നടത്തേണ്ടി വരും. കൂടുതൽ എന്താ പറയുക ഇഞ്ചക്ഷൻസോ മറ്റു കാര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതി അവിടെ റെക്കോർഡായിട്ട് വരുന്നുണ്ട്. അപ്പൊ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിനകത്ത് ഈ പറയുന്ന കാര്യം ഇൻക്ലൂഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഡയഗ്നോസിസും പ്രൊസീജിയേഴ്സും, എന്തൊക്കെ പരിശോധനകള് ടെസ്റ്റുകൾ ഒക്കെ നടത്തി അതൊക്കെ റെക്കോർഡ്സിൽ വരുന്നു. പിന്നെ ഇതിനകത്ത് എന്താണ് മറ്റൊരു പ്രത്യേകത? അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ് ഈസ് ലയബിൾ ടു ഗിവ് ആൻഡ് ഒതന്റിക്കേറ്റ് ദ ഇൻഫോർമേഷൻ. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ഡയഗ്നോസിസ് ആണ് നടത്തിയത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നടത്തി, ഇതൊക്കെ വ്യക്തമായിട്ട് എഴുതി റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത ആർക്കാണ്? അത് അറ്റൻഡ് ചെയ്യുന്ന ആ രോഗിയെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ഡോക്ടർക്കാണ് ഉള്ളത്. അത് അധികാരത്തോടെ അങ്ങോട്ടാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അധികാരപ്പെടുത്തുകയല്ല ചെയ്യണം. ഇറ്റ്സ് ഹിസ് ഓർ ഹെർ റെസ്പോൺസിബിലിറ്റി. തീർച്ചയായിട്ടും അത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇതെല്ലാം കൃത്യമായിട്ട് എഴുതുക, എഴുതി വെക്കുക, അധികാരത്തോടെ തന്നെ എഴുതി വെക്കാവുന്നത്. All procedures and diagnosis should be written clear, full, without any symbols and abbreviations. നമ്മൾ എന്താ പറയാ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ മുന്നത്തെ ഭാഗത്തൊക്കെ പഠിച്ചു.
അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു മെഡിക്കൽ ടെർമിനോളജീസ് ആൻഡ് ലാംഗ്വേജ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ മെഡിക്കൽ ഓർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. തീർച്ചയായിട്ടും പരസ്പരം ഹോസ്പിറ്റൽസില് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്നതാണ് മെഡിക്കൽ ടെർമിനോളജി. മെഡിക്കൽ ടെർമിനോളജിക്ക് അകത്ത് വന്ന ഒരു കാര്യമായിരുന്നു അബ്രീവിയേഷൻസ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, അബ്രീവിയേഷൻസ് ഒക്കെ ഉപയോഗിക്കാം, അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ മെഡിക്കൽ റെക്കോർഡുകളിൽ ഈ പറയുന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തു, അവർക്ക് എന്തൊക്കെ ഡയഗ്നോസിസ് ചെയ്തു, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അവരിൽ നടത്തി, കിടക്കുന്ന പേഷ്യൻസിന്റെ ഇതൊക്കെ കൃത്യമായിട്ട് എന്താണ് നല്ല ക്ലിയർ ആയിട്ട് ഫുൾ ആയിട്ട് എഴുതണമെന്ന്. അവിടെ അബ്രീവിയേഷൻസ് ഒന്നും ഉപയോഗിക്കാൻ പറഞ്ഞാൽ സിംബൽസ് അടയാളങ്ങളൊന്നും ഉപയോഗിക്കാൻ പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് എഴുതണം. കാരണം ഇത് ചിലപ്പോ വായിക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്, ചിലപ്പോൾ ഇത് ഇൻഫോർമേഷൻ ആയിട്ട് മറ്റാർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അത് ഇവർക്ക് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഞാൻ ഇപ്പൊ എന്റെ ബന്ധപ്പെട്ട ഒരാളെ അഡ്മിറ്റ് ചെയ്തു, അതിനകത്ത് എന്താ പറയാ അഡ്മിഷൻ ഡിസ്ചാർജ് റെക്കോർഡ് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണണം, ഒന്ന് വെരിഫൈ ചെയ്യണം, എനിക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടു. അപ്പൊ ഞാൻ അത് ചോദിക്കുകയാണ്. അതിനകത്ത് ഇവര് ഈ സിംബൽസ് അബ്രീവിയേഷൻസ് ഒക്കെ ഉപയോഗിച്ചാൽ നമുക്കത് അറിയോ? നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് മനസ്സിലാവില്ലല്ലോ ഇതെന്താണ് എഴുതി വെച്ചാൽ. ഒരു അബ്രീവിയേഷൻ എഴുതി വെച്ചത് എന്താണോ ഈ അബ്രീവിയേഷൻ? ഇതിനകത്ത് CPR, ഇപ്പൊ CPR ഒക്കെ അറിയാൻ പാടില്ലാത്ത ആരില്ല, പക്ഷെ എങ്കിലും അത് അറിയില്ലാത്ത ഒരാളാണെങ്കിൽ CPR എന്ന് എഴുതി വെച്ചേക്കണം. CPR കൊടുത്തു, ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തപ്പോ ആൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസ്വസ്ഥത തോന്നി, ഇപ്പൊ CPR കൊടുത്തു. അപ്പൊ CPR കൊടുത്തു എന്ന് അവിടെ ഡോക്ടർ ഫിസിഷ്യൻ എന്ത് ചെയ്തു, അവിടെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു ലേമാൻ, ഒരു കോമൺ മാനിന് ചിലപ്പോ അത് കണ്ടു കഴിഞ്ഞപ്പോ അത് എന്താന്ന് മനസ്സിലായിട്ടുള്ളൂ. ഇപ്പൊ ഈ ഒരു അടുത്ത കാലത്തൊക്കെ എല്ലാവർക്കും ഇത് കോമൺ ആയിട്ടുള്ള ഒരു അസുഖമായി ഹാർട്ട് ഡിസീസസ് വന്നതുകൊണ്ട് കുറെ പേർക്കൊക്കെ അറിയാം. കാരണം നമുക്കൊക്കെ എന്താ പറയാ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് പല വീഡിയോസും ഇങ്ങനെ കൊറോണയൊക്കെ വന്നതിന് ശേഷം ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്തിരുന്നു. ഇതൊക്കെ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ളതാണ്, അപ്പൊ നമ്മൾ എടുക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് എന്നതുപോലെ കൊടുക്കേണ്ടതാണ് രോഗിക്ക് CPR എന്നൊക്കെ പറഞ്ഞ് ഡെമോ പോലെയൊക്കെ കാണിച്ചു തന്നിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും പറയും, ഞാനിപ്പോ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടി ആ ഒരു കാര്യം പറഞ്ഞു മാത്രം. അപ്പൊ CPR എന്ന് എഴുതി വെച്ചാൽ ആൾക്കറിയണം അത് CPR എന്ന് പറയുന്നത് അതിങ്ങനെയാണ് അല്ലെ, ഹാർട്ട് പ്രോബ്ലവുമായിട്ട് ഉള്ള പെട്ടെന്ന് ഒരാളെ കുഴഞ്ഞു വീണാൽ നമ്മൾ കൊടുക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അബ്രീവിയേഷൻസോ സിംബൽസോ ഒന്നും ഉപയോഗിക്കാതെ ഫിസിഷ്യൻസ് എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ ഡയഗ്നോസിസോ പ്രൊസീജിയേഴ്സോ എന്താ ചെയ്താൽ ഷുഡ് ബി റിട്ടൺ അത് എഴുതണം. അതാണ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്. അപ്പൊ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ പറയുന്ന റെക്കോർഡുകളൊക്കെ അവിടെ ഉണ്ടാകും. അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തി, ഡിസ്ചാർജിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതൊക്കെ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. അത് ചെയ്യേണ്ടത് അറ്റൻഡിങ് ഫിസിഷ്യൻസ് തന്നെയാണ്. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് എന്താ പറയാ ഫുൾ ആയിട്ട് സിംബൽസ് ഉപയോഗിക്കാതെ അബ്രീവിയേഷൻസ് ഉപയോഗിക്കാതെ എഴുതി തീർക്കണം. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് ക്ലിയർ ആണോ? ക്ലിയർ ആയോ? പെട്ടെന്ന് പറ, എനിക്ക് ചോദിക്കേണ്ടി വരില്ല, ഞാൻ വേഗം ഓടിപ്പോകും അല്ലെങ്കിൽ. ഓക്കെ, നിങ്ങളോട് ക്ലിയർ ആയോ എന്ന് ചോദിക്കുന്നത് ഒന്നോ രണ്ടോ ആളുകളെങ്കിലും അവിടെ ഇന്ന് എന്തെങ്കിലും റെസ്പോൺസ് ചെയ്യുമ്പോൾ എനിക്കത് മുന്നോട്ട് പോകാനുള്ള ഒരു എന്താ പറയാ ഒരു ഇത് കൂടിയാണ്. ഞാൻ അവിടെ ഇടയ്ക്ക് ഒരു ഇത്ര ഭാഗം കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ടാട്ടാ. അടുത്തത് മെഡിക്കൽ ഹിസ്റ്ററിയാണ്. ഇതെന്താണ്? ഇനി മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ എന്തൊക്കെയാണ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുക. അതായത് ഒരു ഫിസിഷ്യൻസ് അവർ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റയാണ്. അതായത് നമുക്ക് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, എന്തൊക്കെയാണ് പ്രിലിമിനറി ആയിട്ട് ഒരു രോഗി വന്നിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാ എന്ന് രോഗിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. അത് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് ഒരു മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഈ പേരും മറ്റു കാര്യങ്ങളൊക്കെ അതൊന്നും ഓൾറെഡി ചാർട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്താണ് അസ്വസ്ഥത, എന്തസുഖമാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഇവിടെ തൊട്ട് താഴെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഓർത്തിരിക്കുക. അപ്പൊ മെഡിക്കൽ ഹിസ്റ്ററി ഇൻക്ലൂഡ്സ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചീഫ് കംപ്ലൈന്റ്, പ്രധാനമായിട്ട് എന്തിനാ വന്നേ, രോഗം എന്ത് പറയാനോ വന്നേക്കണേന്ന്, പനിയാണോ, ചുമയാണോ, വേറെ എന്തെങ്കിലും ഡിസീസസ് ആണോ, അത് ചീഫ് കംപ്ലൈന്റ് ചോദിക്കുന്നു. പ്രസന്റ് ഇൽനെസ്, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് ആ രോഗമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എന്താ കുഴപ്പം എന്നുള്ള കാര്യം അത് ചോദിക്കുന്നു. പിന്നെ പാസ്റ്റ് ഹിസ്റ്ററി ചോദിക്കും. ചിലര് നേരത്തെ എന്തെങ്കിലും അസുഖം വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില രോഗങ്ങൾ കണ്ടോ, എല്ലാത്തിനും ചോദിക്കില്ല. പനിയുമായിട്ട് ചെന്നിട്ട് നേരത്തെ പനി വന്നിട്ടുണ്ടോ, അതൊന്നും ചോദിക്കില്ല. കാരണം എന്താ, പനിയൊക്കെ മനുഷ്യന്മാർക്ക് സാധാരണ വരുന്നതല്ലേ, അല്ലെ, വർഷത്തിലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പനി വരണം എന്നാണ്. അതൊക്കെ നല്ലതാണെന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. ഓക്കെ, അപ്പൊ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററീസ് ചോദിക്കും ചില രോഗങ്ങൾക്ക്. പിന്നെ അത് ചിലപ്പോ കണക്ട് ചെയ്ത് ഫാമിലി ഹിസ്റ്ററിയിലും ചോദിക്കും. എന്താ പറയാ വീടുകളില് ഫാമിലിയിൽ ഇപ്പൊ ഷുഗർ ഒക്കെ വരികയാണെങ്കിലേ ഫാമിലിയിൽ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടോ,
അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? അപ്പൊ ഫാമിലി ഹിസ്റ്ററി ചിലപ്പോൾ ചോദിക്കും. പിന്നെ റിവ്യൂ ഓഫ് ദ സിസ്റ്റം. ഈ റിവ്യൂ ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഹോസ്പിറ്റൽസ് ROS എന്നാണ് അതിന് നമ്മൾ പറയാ. അത് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, വെറുതെ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാം എന്താണ് ROS. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ മെഡിക്കൽ ഹിസ്റ്ററി ഒരു ടെക്നിക്കാണ്. അതായത് ഹോസ്പിറ്റൽസിൽ കുറെ ചോദ്യങ്ങൾ, ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് പേഷ്യൻസിന്റെ ബോഡി, അതുപോലെ തന്നെ ചില സിംറ്റംസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആളോട് പേഷ്യൻസിന്റെ ബോഡി സിസ്റ്റംസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ അസുഖത്തിന്റെ ചില ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടെക്നിക്കാണ്. അതാണ് ROS അല്ലെങ്കിൽ റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ അത് മാത്രം പഠിച്ചാൽ മതി. ഒരു മെഡിക്കൽ ഹിസ്റ്ററി ടെക്നിക്കാണ്. മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക, ഒരു സാങ്കേതിക വിദ്യ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ടെക്നിക്ക് തന്നെയാണ്. അബൌട്ട് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു പേഷ്യന്റിനോട്. അതിൽ നിന്ന് കിട്ടുന്ന ഉത്തരം അനുസരിച്ചിട്ട് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളിലേക്ക്, ആ ഒരു കൺക്ലൂഷനിലേക്ക് അവർക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത്തരം ചോദ്യങ്ങൾ, അതാണ് റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെയാണ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുന്നത്. എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി? ഡാറ്റ ഫിസിഷ്യൻ യൂസസ് ടു എസ്റ്റാബ്ലിഷ് എ പ്രിലിമിനറി പ്രൊവിഷണൽ ഡയഗ്നോസിസ് ഓൺ വിച്ച് ദ ബേസ് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യൻസ്. നമുക്കറിയണ്ട, അതായത് പേഷ്യന്റിന്റെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിസിഷ്യൻസ് കളക്ട് ചെയ്യുന്ന പ്രിലിമിനറി ഡാറ്റ, ആദ്യമായി കളക്ട് ചെയ്യുന്ന ഡാറ്റ, അതാണ് മെഡിക്കൽ ഹിസ്റ്ററി. പ്രിലിമിനറി ഡാറ്റ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട വാക്ക്. ഒരു ഫിസിഷ്യന്റെ മുമ്പിൽ ഇരിക്കുന്ന പേഷ്യന്റിനെ സംബന്ധിച്ച് ആൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം, എന്ത് പരിശോധന നടത്തണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ മെഡിക്കൽ ഹിസ്റ്ററിയുടെ ബേസിസിലാണ്. ആ മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട രോഗിയുടെ കംപ്ലൈന്റ് എന്താണ്, പ്രസന്റ് ഇൽനെസ് എന്താണ്, ഇപ്പോഴത്തെ രോഗം എന്താണ്, പിന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററീസ് ചോദിക്കുന്നത് മുൻപ് ഇങ്ങനെയുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇയാൾക്ക് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഉണ്ടോ, പിന്നെ റിവ്യൂ ഓഫ് ദ സിസ്റ്റം. എന്ത് ടെക്നിക്ക്, ഈ വീണ്ടും വേറെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹത്തിൽ നിന്ന്, ആ പേഷ്യന്റിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ത് പ്രൊസീജിയർ അല്ലെങ്കിൽ എന്ത് സിംറ്റം ആണ് ഇയാൾക്കുള്ളത്, ഏത് രോഗത്തിന്റെ സിംറ്റം ആണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക്. അതും ഇവിടെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? മെഡിക്കൽ ഹിസ്റ്ററിയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. NB ഇട്ട് വെക്കാം. മെഡിക്കൽ ഹിസ്റ്ററി ഇൻക്ലൂഡ്സ് ഡാഷ്, ഏതൊക്കെ വരും? ചീഫ് കംപ്ലൈന്റ്, പ്രസന്റ് ഇൽനെസ്. ക്ലിയർ ആണോ? യെസ്, അതൊന്ന് മാർക്ക് ചെയ്തേക്ക് വേഗം. മെഡിക്കൽ ഹിസ്റ്ററി ആണ് മാർക്ക് ചെയ്യേണ്ടത്. അടുത്തത് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. എന്താ? ശാരീരിക പരിശോധന. ശരീരത്തിൽ നോക്കുക, നമ്മളിപ്പോ ചെല്ലുമ്പോ ഇത് എന്താ പറയാ, ഡോക്ടറുടെ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നമ്മളിങ്ങനെ പരിശോധിക്കും. അതൊരു ശാരീരിക ഫിസിക്കൽ എക്സാമിനേഷന് ഉദാഹരണമാണ് അല്ലെ. പ്രൊവൈഡ്സ് ബേസ് ലൈൻ ഡാറ്റ അബൌട്ട് ദ പേഷ്യന്റ് ടു ഹെൽപ് ദ ഫിസിഷ്യൻ ഇൻ ഡിസൈഡിങ് എ ഡയഗ്നോസിസ്. എന്ത് പരിശോധന നടത്തണം, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണോ, ഇതൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ഒരു എന്താ പറയാ, ഫിസിഷ്യനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബേസ് ലൈൻ ഡാറ്റയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ബേസ് ലൈൻ ഡാറ്റ എന്ന് പറയുന്നത്? The information which is collected at the beginning by a physician to establish a starting point. അതായത് ഇപ്പൊ ഒരു രോഗം ഇന്നതാണ്, എവിടെ നിന്നാണ് ഇങ്ങോട്ടുള്ള ചികിത്സ തുടങ്ങേണ്ടത്? മനസ്സിലായ? ഇപ്പൊ ഞാൻ ചെന്നിരിക്കുന്നത് ചുമയായിട്ടാണ്, ഈ പനിയായിട്ടാണ്. അതെങ്ങനെയുള്ള പനിയാണെന്ന് മറ്റു കാര്യങ്ങളും അടയാളങ്ങളൊക്കെ വെച്ച്, അതാണ് ROS എന്ന് പറഞ്ഞാൽ. എന്താ പറയാ, ROS അതായത് റിവ്യൂ ഓഫ് ദ സിസ്റ്റം. അത് മനസ്സിലാക്കുന്നു. അതായത് പലതരം പനിയുണ്ട്. അപ്പൊ ഏത് രീതിയിലുള്ള പനിയിൽ പെടുത്താം, ആ പനിക്കുള്ള മരുന്നുകളും പ്രൊസീജിയേഴ്സ് ആണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്, ഡോക്ടർ പ്രൊസീഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് റിവ്യൂ ഓഫ് ദ സിസ്റ്റം അദ്ദേഹം ചെയ്യുന്നു, ടെക്നിക്ക് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? എപ്പോഴൊക്കെയാണ് പനി വരുന്നത്, പനി എന്താ പറയാ, മരുന്ന് കഴിക്കുമ്പോൾ എത്ര നേരത്തേക്ക് അത് മാറി നിൽക്കുന്നു, പിന്നീട് അത് വീണ്ടും എപ്പോഴാണ് തിരിച്ചു വരുന്നത് പനി, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചോദിച്ചിട്ടാണ്. അതാണ് പറഞ്ഞേക്കുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കലാണ്. ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യമാണത്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിൽ നിന്ന് കിട്ടുന്ന റിപ്ലൈയും അനുസരിച്ചിട്ടാണ് പേഷ്യന്റിന്റെ രോഗത്തിന്റെ സിംറ്റംസും മറ്റു കാര്യങ്ങളും ഒക്കെ ആര് മനസ്സിലാക്കുക? ഫിസിഷ്യൻ. അതാണ് റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ കുറെ ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഡോക്ടർ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം, ഇങ്ങോട്ട് ഇന്ന പനിയാണ്, സാധാ പനിയല്ല, ഇന്ന പനിയാണ്, അപ്പൊ വേർ ടു സ്റ്റാർട്ട് ഫ്രം, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അതിനെയാണ് ബേസ് ലൈൻ ഡാറ്റ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നതാ. ബേസ് ലൈൻ ഡാറ്റ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ രോഗം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ആൻഡ് ഓൾസോ വേർ ടു സ്റ്റാർട്ട് ഫ്രം, ഫിസിഷ്യന് അറിയണം ഞാൻ എവിടെന്നാ ഈ രോഗത്തിനുള്ള ചികിത്സ തുടങ്ങേണ്ടത് എന്ന് അറിയാനോടി വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസിനെയാണ് നമ്മൾ
ബേസ് ലൈൻ ഡാറ്റ എന്ന് പറയും. ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? അടിസ്ഥാനം എന്ന് കേട്ടല്ലേ? ബേസ്മെന്റ്, അടിസ്ഥാനം. അപ്പൊ അടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങണം, അവിടെ നിന്ന് തുടങ്ങണം. തുടങ്ങി കഴിഞ്ഞിട്ട് ആളോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അത് ഇന്ന വകുപ്പിൽപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് പനിയായിട്ട് ചെല്ലുന്നത്, ആദ്യമൊക്കെ കുറച്ച് മരുന്ന് തരും, മാറിയില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരണം എന്ന് പറയും അല്ലെ ഡോക്ടേഴ്സ്. ഇപ്പൊ കുറെ സർവ്വസാധാരണമായിട്ട്, പണ്ടൊക്കെ നോർത്തിൽ മാത്രമേ ഈ പനിയെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. ചിക്കൻ അല്ലെ, സോറി മറ്റേത് ഡെങ്കു ഫീവർ അല്ലെ. ഡെങ്കു ഒക്കെ നമുക്ക് പണ്ടൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെയൊക്കെ നോർത്തിലൊക്കെയാണ് കൂടുതൽ അത് കേട്ടിരുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിലും അതൊരു കോമൺ ഒരു പനിയായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. കാരണം അത് കൊതുകിന്റെ ഒക്കെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ ഇത് വരിക. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളുടെയും ചുറ്റുപാടും സറൗണ്ടിങ്സ് ഒക്കെ ഒത്തിരി മോശമാണ്. അതുകൊണ്ട് കൊതുകുകളൊക്കെ പെരുകാനുള്ള കാര്യങ്ങൾ കൂടുതലാണ്. അപ്പൊ ഡോക്ടേഴ്സ് പറയും അതുകൂടി ഉള്ളതുകൊണ്ട് അതിന്റെ ചെക്കപ്പ് കൂടി ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് ആ പനിയിൽ എന്താ ബ്ലഡ് കൗണ്ട് ഭയങ്കരമായിട്ട് ലോ ആയി പോകുന്ന കാരണങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് അതുകൂടി ടെസ്റ്റ് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പനികളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. അല്ലാതെ സാധാരണ പനിക്കുള്ള മരുന്ന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ചില ഡാറ്റ ഷുഡ് ബി കളക്ട്. അപ്പൊ അതിനെ അങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് ആണ് ബേസ് ലൈൻ ഡാറ്റ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ബേസ് ലൈൻ ഡാറ്റ പറഞ്ഞിട്ട് മനസ്സിലാകാത്തതുണ്ടോ? നിങ്ങൾ ഇനി കുറച്ചു നേരം കഴിഞ്ഞ് സ്വന്തമായിട്ട് ഇത് വായിച്ചു നോക്കുമ്പോ ബേസ് ലൈൻ ഡാറ്റ ഞാൻ പറഞ്ഞത് ഓർമ്മ വരണം. അതായത് ഒരു ഫിസിഷ്യൻ അദ്ദേഹത്തിന്റെ പേഷ്യൻസിൽ നിന്ന് ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് എന്തിനു വേണ്ടിയിട്ട്? ഫ്രം വേർ ടു സ്റ്റാർട്ട് എ ട്രീറ്റ്മെന്റ്. അവർക്ക് ട്രീറ്റ്മെന്റ് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന കളക്ട് ചെയ്യുന്ന കുറെ ഇൻഫോർമേഷൻസ് അടങ്ങുന്ന ആ ഒരു ഡാറ്റ, അതിനെയാണ് ബേസ് ലൈൻ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോഴാണ് അവർക്ക് ഫിസിഷ്യൻസിന് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം, എന്ത് ടെസ്റ്റ് ചെയ്യണമെന്ന്. ക്ലിയർ ആണോ പറഞ്ഞത്? ആ പോയിന്റ് ക്ലിയർ ആയോ? മനസ്സിലായില്ലെന്ന് ആരും പറയാൻ പാടില്ല. ഓക്കെ, ദെൻ അതിനുശേഷം ദേ ഹാവ് ടു എക്സാമിൻ ദ ബോഡി സിസ്റ്റം. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതും ഫിസിക്കൽ എക്സാമിനേഷൻ വരും. ബോഡിയൊക്കെ ഒന്ന് നോക്കുന്നു, ചെക്ക് ചെയ്യുന്നു. തെർമോ എന്താ പറയുക, നമ്മുടെ സ്റ്റെതസ്കോപ്പ് വെച്ചോ മറ്റേതെങ്കിലും ഡിവൈസസ് ഒക്കെ വെച്ചിട്ട് അവര് ചെക്ക് ചെയ്ത് നോക്കും. അത് എക്സാമിൻ ചെയ്യും, പരിശോധിക്കും. പരിശോധനയാണ് വരുന്നുള്ളത്. അത് എക്സാമിനേഷൻ ഷുഡ് ഇൻക്ലൂഡ് ഓൾ ദ ബോഡി സിസ്റ്റംസ്. ബോഡിയുടെ എല്ലാ ഭാഗത്തും ഒക്കെ അവർ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? എക്സാമിൻ ചെയ്യുന്നു. പിന്നെ ഡിഗ്രി ഓഫ് ഈ പറയുന്ന അവര് കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ്, ഇൻഫോർമേഷൻസ്, ഓരോ പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഇറ്റ് വിൽ ഡിഫർ. അത് ഒരേപോലെ ആയിരിക്കില്ല. It will differ according to the age, sex, patient symptoms and also other physical findings or laboratory data. ഇപ്പൊ ലാബിൽ എന്തെങ്കിലും കൊടുത്ത് ടെസ്റ്റ് ചെയ്തു, അതിന്റെ റിസൾട്ട് നോക്കി, പേഷ്യന്റിന്റെ പ്രായം, പേഷ്യന്റിന്റെ സെക്സ്, അതുപോലെ അവർ ഓരോ കാര്യങ്ങൾക്ക് കാണിക്കുന്ന സിംറ്റംസ്, അവരുടെ രോഗത്തിന്റെ ലക്ഷണങ്ങൾ, ഇതൊക്കെ നോക്കി ഈ പറയുന്ന ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന രീതികളിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരോടും ഒരേപോലെ ചോദിക്കില്ല. കൊച്ചുകുട്ടികളെ പനിയായിട്ട് കൊണ്ടുവരുന്ന പോലെ ആയിരിക്കില്ല വലിയ ആളുകൾ പനിയും ചുമയും കുന്തൊക്കെ ആയിട്ട് വരുമ്പോ ചോദിക്കുക. അപ്പൊ അവരോട് ചോദിക്കുന്നത് സാധാരണ കുട്ടികളൊക്കെ ആകുമ്പോ അവരധികം പുറത്തൊന്നും അങ്ങനെ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ നമ്മളൊക്കെ വലിയവരൊക്കെ ആകുമ്പോൾ ഒരുപാട് വർക്ക് സിറ്റുവേഷൻസിലൊക്കെ ഒക്കെ വരുന്നവരാണ്. അപ്പൊ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ പ്രായം കൂടുന്നവർ നമുക്ക് പല പല കാര്യങ്ങളും നമുക്ക് പുതിയ പുതിയ ആളുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നുകൂടും. രോഗങ്ങളുടെ പല പേരുകളിലായിട്ട് അല്ലെ, ഷുഗർ, പ്രഷർ, അത് ഇത് ഇന്നൊക്കെ കേൾക്കാത്ത കുറെ പേരുകളൊക്കെ കയറി കടന്നുകൂടും, നമ്മുടെ ശരീരത്തെ പിടിപെടും. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി നോട്ട് സെയിം ആയിരിക്കില്ല. സെക്സ് അനുസരിച്ച് മാറുന്നു. മെയിൽ ഫീമെയിലിന് വേറെ വേറെ രീതിയിലായിരിക്കും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അതുപോലെ ഏജ് അനുസരിച്ച് മാറും. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സിംറ്റംസ്, അവർ കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ അനുസരിച്ച് മാറും. ഇതൊക്കെ അതുപോലെ തന്നെ ഫിസിക്കൽ ഫൈൻഡിങ്സ്, അവർ ശാരീരികമായിട്ടുള്ള പരിശോധനയൊക്കെ നടത്തിയില്ല, അത് വെച്ചിട്ട് മാറും. ഇപ്പൊ ഒരാളുടെ ശരീര പരിശോധന നടത്തിയപ്പോ ആ രീതിയിലല്ല വേറൊരാളുടെ. അപ്പൊ അതനുസരിച്ച് മാറ്റം വരാൻ സാധ്യതയുണ്ട്. ലാബ് ടെസ്റ്റുകൾ അനുസരിച്ചും മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഫിസിക്കൽ എക്സാമിനേഷനിലെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നത് ബേസ് ലൈൻ ഡാറ്റയുടെ ബേസിസിലാണ് ഫിസിഷ്യൻസ് ചെയ്യുക. അത് എക്സാമിനേഷൻ ഓഫ് ബോഡി സിസ്റ്റംസ് കൂടി അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ആൻഡ് ഡിഗ്രി ഓഫ് ഡീറ്റെയിൽസ് കളക്ടഡ് വിൽ ബി വേരിയഡ്. അതായത് അത് വ്യത്യസ്തമായിരിക്കും. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഏജ്, സെക്സ്, patient symptoms and also physical findings, laboratory data. ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഫിസിക്കൽ എക്സാമിനേഷൻ മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വൺ ഫിസിഷ്യൻ ഓർഡർ ആണ്. ഫിസിഷ്യൻസ് ഓർഡർ. ഇനി ഈ ഫിസിഷ്യൻസ് ഈ എക്സാമിനേഷൻസ് ഒക്കെ നടത്തി, ഇനി അവർക്ക് എന്ത് ചെയ്യാം? അവരാണ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്ത്
കുറിച്ച് കൊടുക്കണം, അത് കുറിച്ച് തന്നെ കൊടുക്കണം. അതാണ് എഴുതിക്കണേ. റിട്ടൺ ഓർ ഓറൽ ഓർഡേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ അറ്റൻഡിംഗ് ഫിസിഷ്യൻസ് direction to nursing and also auxiliary services concerning all medications and treatments of the patients. Patients ne എന്ത് മരുന്നുകൾ കൊടുക്കണം, മെഡിക്കേഷൻസ് എന്തൊക്കെ മരുന്നുകൾ കൊടുക്കണം, എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കണം, എന്തൊക്കെ മറ്റ് സഹായ സൗകര്യങ്ങൾ കൊടുക്കണം. ഓക്സിലിയറി സർവീസസ് ആണ് മറ്റ് സഹായ സൗകര്യങ്ങൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം, മാത്രമല്ല എന്ത് ശുശ്രൂഷ കൊടുക്കണം, നഴ്സിംഗ്, ഇതെല്ലാം കൊടുക്കാനായിട്ടുള്ള എഴുതി തയ്യാറാക്കിയ ഒരു റിട്ടൺ കൺസേൺ ആണ് ആര് കൊടുക്കേണ്ടത്, ഫിസിഷ്യൻ കൊടുക്കേണ്ടത്. അതിനെയാണ് ഫിസിഷ്യൻസ് ഓർഡർ എന്ന് പറയുക. അപ്പൊ ഡോക്ടർ എങ്ങനെ എഴുതും, രോഗിയുടെ എല്ലാ കാര്യവും മനസ്സിലാക്കി, തൊട്ട് മുകളിൽ നമ്മൾ മനസ്സിലാക്കി ഫിസിക്കൽ എക്സാമിനേഷനിൽ നിന്ന് മാത്രമല്ല അയാളിൽ നിന്ന് കളക്ട് ചെയ്ത ഡാറ്റയും വെച്ചിട്ട് ഡോക്ടർക്ക് കാര്യം മനസ്സിലാക്കുന്നത് ഇന്നക്ക് ഇയാൾക്ക് ഇന്നതാണ് രോഗം മനസ്സിലായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും, എല്ലാം മനസ്സിലായിട്ടുണ്ട്, അങ്ങോട്ട് പൊക്കം, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നോളൂ എന്ന് പറഞ്ഞ് വിടുകയാണോ? അല്ല, നമ്മുടെ മുന്നിൽ തന്നെ നമുക്ക് കാണാം, ദേ ആർ റൈറ്റിംഗ് സംതിങ് ഓൺ ദ ചാർട്ട്, അല്ലെ? അവരെന്തൊക്കെയോ കുത്തി കുറിക്കുന്നത് കാണാം നമുക്ക്. അതൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ എഴുതും, ഇന്നതാണ് ആളുടെ രോഗം കണ്ടുപിടിച്ചിട്ടുണ്ട്, സോ ഇന്ന മെഡിക്കേഷൻസ് അതപ്പൊ തന്നെ എഴുതും, ഇന്ന ലാബ് ടെസ്റ്റ് നടത്തണം അതവിടെ തന്നെ എഴുതും, ആഫ്റ്റർ ദാറ്റ് ഇന്ന് 2 ദിവസം കഴിഞ്ഞ് ഫോളോ അപ്പിന് വരണം അത് അവിടെ തന്നെ എഴുതും, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ എഴുതും. അപ്പൊ ഇതൊക്കെ ഓർഡർ ആയിട്ട് പുള്ളിക്കാരൻ അവിടെ എഴുതി വെക്കും. അതാണ് ഓറൽ ഓർ റിട്ടേൺ. ചിലതൊക്കെ നമ്മളോട് പറയുകയും ചെയ്യും, വാഗോണ്ട് പറയും 2 ദിവസം കഴിയുമ്പോൾ വരണം കേട്ടോ, അത് ഇവിടെ എഴുതി വെക്കും, അത് പറയുകയും ചെയ്യും. പിന്നെ മറ്റെന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ്, ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് വിടും. അപ്പൊ യു ഹാവ് ടു കൺട്രോൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യും. ഇതൊന്നും അവിടെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ പേഷ്യൻസിനെ ഡയറക്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാവുന്ന പേഷ്യന്റ് ആണ് തന്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലായി അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കി മെഡിക്കേഷൻ സംബന്ധമായിട്ടുള്ളത്, ലാബ് ടെസ്റ്റുകൾ സംബന്ധമായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ഷുഡ് ബി റിട്ടൺ. അത് എഴുതി തയ്യാറാക്കി എന്ത് ചെയ്യും, അത് എവിടേക്കാണോ കൊടുക്കേണ്ടത് അവിടേക്ക് എത്തിക്കും. അപ്പൊ അതാണ് ഫിസിഷ്യൻസ് ഓർഡർ. എന്താണ്? റിട്ടൺ ഓർ ഓറൽ ഓർഡർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ അറ്റൻഡിങ് ഫിസിഷ്യൻ. ആരാണോ ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്ന ആള് തയ്യാറാക്കുന്ന, എഴുതിയോ പറഞ്ഞോ തയ്യാറാക്കുന്ന ഒരു ഓർഡർ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഡിറക്റ്റിംഗ് ടു നഴ്സിംഗ്. അത് ഇതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. എന്ത് ഡിറക്ട് ചെയ്യുന്നതാ? നഴ്സിംഗ്. അയാളെ ശുശ്രൂഷിക്കുന്നത്, അയാളുടെ കൊടുക്കേണ്ട മറ്റ് സർവീസസ്, ഇപ്പൊ കിടത്തേണ്ടതാണെങ്കിൽ മുറി അല്ലെങ്കിൽ വാർഡ് അത് കൊടുക്കണം എന്നുള്ളത് പറയും. കൺസേണിങ് ഓൾ മെഡിക്കേഷൻസ്, എന്തൊക്കെ മരുന്നുകളാണ് അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയും. ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യന്റ്, പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയും. ഒരു സെക്കൻഡ്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ഫിസിഷ്യൻസ് ഓർഡർ എന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? ഫിസിഷ്യന്റെ ഓർഡർ മനസ്സിലായില്ലേ? ആ ഫിസിഷ്യൻ ഓർഡർ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടാ. ആ ഒരു പോയിന്റ് പഠിക്കാനുള്ളതാണ്. എന്താണ് ഫിസിഷ്യൻസ് ഓർഡർ? റിട്ടൺ ഓർ ഓറൽ ഓർഡർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ അറ്റൻഡിംഗ് ഫിസിഷ്യൻസ് directions to nursing, അതുപോലെ auxiliary services and all medications and also treatments of the patients. അതാണ് physician's order. അണ്ടർലൈൻ ചെയ്തോ?
പോയാ എല്ലാവരും? ഞാൻ തിരിച്ചു വന്നിട്ടാ. ഓക്കെ, പുറത്ത് കാണുന്നില്ല ആരുടെയും കൈ. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രോഗ്രസ് റിപ്പോർട്ടാണ്. ഫിസിഷ്യൻസ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്നുണ്ടായിരുന്നു. നമ്മൾ ഫിസിഷ്യൻസ് അവിടെ കൂട്ടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. ഫിസിഷ്യൻസ് ആണ് പ്രോഗ്രസ് നോട്ട്സ് എഴുതുന്നത്. ഈ ഡോക്ടർമാര് റൗണ്ട്സിനൊക്കെ പോകില്ലേ, അതായത് നമ്മളിപ്പോ ചില ഡോക്ടേഴ്സിനെ കാണാൻ ചെന്നിരിക്കുമ്പോ ഡോക്ടർ റൗണ്ട്സിന് പോയി കാണിക്കുന്നതിന് വരും കേട്ടോ, അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് പറയും അല്ലെ. റൗണ്ട്സിന് പോകാന്ന് പറഞ്ഞാൽ അവര് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ എന്താ പറയാ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നതാണ്. അപ്പൊ ഓരോ ദിവസവും ആഫ്റ്റർ പ്രൊവൈഡിങ് ദ മെഡിസിൻസ് വാട്ട് ഈസ് ദർ പ്രോഗ്രസ്, അവർക്ക് കൊടുത്ത മെഡിസിൻസ് അവരിൽ റിയാക്ട് ചെയ്യുന്നുണ്ടോ, ആ മരുന്ന് കൊണ്ട് ഇവരുടെ രോഗത്തിലെ എന്തെങ്കിലും എന്താ പറയാ മാറ്റം കാണുന്നുണ്ടോ, പ്രോഗ്രസ് കാണുന്നുണ്ടോ എന്ന് നോക്കണ്ടേ. അതായത് കൊടുത്തിട്ട് അതവിടെ കിടന്നാൽ 10 ദിവസം കിടന്നാൽ മാറും, അല്ലെങ്കിൽ 5 ദിവസം കിടന്നാൽ മാറുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കോ? ഇല്ല, നമ്മൾ അഡ്മിറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അറിയാൻ പറ്റും. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ റൗണ്ട്സിന് ഡോക്ടേഴ്സ് അവരുടെ പേഷ്യൻസിനെ കേട്ടാ, അവര് ഏതെങ്കിലും പർട്ടിക്കുലർ ഡോക്ടർ ഉണ്ടെങ്കിൽ അവരുടെ പേഷ്യൻസിനെ അവര് വന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രസ് എത്രത്തോളം മാറി, അല്ലെങ്കിൽ മാറ്റമില്ലേ, അല്ലെങ്കിൽ വീണ്ടും ഡൗൺ ആവുകയാണോ, ഇതൊക്കെ കണ്ടെത്താനാണ്. അതിനാണല്ലോ അഡ്മിറ്റ് ചെയ്യുന്നത്. എപ്പോഴും നമുക്ക് റുട്ടീൻ ആയിട്ടുള്ള കെയറിങ് തരാൻ വേണ്ടിയിട്ട് ആ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ രാവിലെ വൈകുന്നേരം റുട്ടീൻ ആയിട്ട് അവർ വന്ന് എന്ത് ചെയ്യും, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ പേഷ്യന്റിന് ഉണ്ടാകുന്ന പ്രോഗ്രസ് അങ്ങനെയാകുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കോസ് ഓഫ് പേഷ്യൻസ് ഇൽനസ്, റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾസോ സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്. ഓരോ ദിവസവും പേഷ്യന്റിനെ വന്ന് നോക്കുന്നു, അഡ്മിറ്റ് ചെയ്തതിനു ശേഷം അവരുടെ പ്രോഗ്രസ്, അവരുടെ റെസ്പോൺസ്, അവരുടെ ട്രീറ്റ്മെന്റിനോട് അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, കൊടുക്കുന്ന മരുന്നുകളൊക്കെ ശരീരത്തിൽ ഫലിക്കുമ്പോഴാണ് ആ ട്രീറ്റ്മെന്റ് എന്താ പറയാ ഫലിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൊടുക്കുന്ന മരുന്നൊന്നും ആളിൽ റിയാക്ട് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ചേഞ്ച്, വന്നതുപോലെ തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും അസുഖം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് പറയാം, മെഡിസിൻ യാതൊരു രീതിയിലും ആളില് പ്രതിഫലിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമ്മൾ നോക്കണം. അപ്പൊ ആ രോഗമല്ല നമ്മളുടെ ഡോക്ടർ വിചാരിച്ച ഒരു ഇൽനെസ് അല്ല രോഗിക്കുള്ളതെന്ന് ക്ലിയർ ആകും. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരേണ്ടത്. മാത്രമല്ല സ്റ്റേറ്റസ് ഓഫ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ സ്റ്റേറ്റസ് എന്താണ്, സ്ഥിതി എന്താണ്, ഓക്കെ ആണോ, പെർഫെക്റ്റ്ലി ഓക്കെ ആണോ, അല്ലെങ്കിൽ 90% ഓക്കെ ആണോ. ചിലരൊക്കെ നേരത്തെ തന്നെ ഡിസ്ചാർജ് വാങ്ങിച്ചു പോകും. 13 രോഗം മാറി കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ മടുത്തു, ഡോക്ടറെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഇതുപോലെ തന്നെ നോക്കിക്കോളാം, ശ്രദ്ധിച്ചോളാം, ഡോക്ടർ പറയുന്ന പോലെ ചെയ്തോളാം, പക്ഷെ ഒന്ന് പോയിക്കോട്ടെ, നമുക്ക് പറ്റുന്നില്ല, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. അതിനെ നമ്മൾ വിളിക്കും against medical advice അല്ലെ, ലീവ് against medical advice. ലാമ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. വേറെ ആരെങ്കിലൊക്കെ പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? യെസ്. അപ്പൊ അതാണ്, അപ്പൊ ഇതാണ് ഇത് പ്രോഗ്രസീവ് നോട്ട്സ് എന്ന് പറയുന്നത്. മാത്രമല്ല അറ്റൻഡിങ് ഫിസിഷ്യൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കംപ്ലീഷൻ ഓഫ് ഈ പ്രോഗ്രസീവ് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അവിടെയുള്ള നഴ്സുമാർക്കൊന്നുമല്ല, അത് അറ്റൻഡിങ് ഫിസിഷ്യൻ, ആ രോഗിയെ നോക്കുന്ന ആള്, ആ ഡോക്ടർ തന്നെയായിരിക്കും അത് പ്രോഗ്രസ് നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. 80% റിക്കവേർഡ് ആയി. അത് കഴിഞ്ഞു പിറ്റേ ദിവസം വന്നു 90% റിക്കവേർഡ് ആയി. മൂന്നാമത്തെ ദിവസം വന്നു 100% പേഷ്യന്റ് ഓക്കെ ആയി. ദാറ്റ് മീൻസ് ആ റിപ്പോർട്ട് നോട്ട് തയ്യാറാക്കാനുള്ള അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതും അറ്റൻഡിങ് ഫിസിഷ്യൻ തന്നെയായിരിക്കണം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഇനി എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് ആ പ്രോഗ്രസ് നോട്ടിൽ? അഡ്മിഷന്റെ സമയത്ത് പേഷ്യന്റിന്റെ അവസ്ഥ, അഡ്മിഷൻ നോട്ട്, പിന്നെ ഫോളോ അപ്പ് നോട്ട്സ്, ഓരോ ദിവസവും ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങള്, പിന്നെ ഒരു ഫൈനൽ നോട്ട്. ഇതെല്ലാം അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട്, ഫൈനൽ നോട്ട്. ഫൈനൽ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തുള്ള നോട്ട്. ഇതെല്ലാം ഈ പറയുന്ന പ്രോഗ്രസ് നോട്ട്സിൽ വരുന്നതാണ്. അഡ്മിഷൻ നോട്ട് എന്ന് പറയുമ്പോൾ ജനറൽ കണ്ടീഷൻ എന്താ, അത് ആണ് നേരത്തെ പറഞ്ഞ കാര്യം. അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷനിൽ വരുന്ന സമയത്ത് ആളുടെ പേഷ്യന്റിന്റെ ഹിസ്റ്ററി, മെഡിക്കൽ കണ്ടീഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻസ്, അതൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെക്കും. അതാണ് അഡ്മിഷൻ നോട്ട്. അഡ്മിഷൻ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് 104 ഡിഗ്രി പനിയുണ്ട്, ചുമയുണ്ടായിരുന്നു, ഭയങ്കര മോശം അവസ്ഥയിലാണ്, ശ്വാസം മുട്ടുണ്ട്, അതൊക്കെ അന്നേരം എഴുതി വെച്ചു. ഓക്കെ, അതെല്ലാം തന്നെ എഴുതി വെക്കുന്നതാണ് അഡ്മിഷൻ നോട്ട് എന്ന് പറയുന്നത്. പ്രോഗ്രസ് നോട്ടിനകത്ത് എല്ലാ ട്രീറ്റ്മെന്റ്സ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ ആൻഡ് ഹൗ പേഷ്യൻസ് റെസ്പോൺസ്, ഓരോന്നിനും പേഷ്യന്റിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്, ഇതെല്ലാം പ്രോഗ്രസ് നോട്ടിൽ വരും. ഓക്കെ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് പ്രോഗ്രസ് നോട്ട് എന്ന് ഒക്കെ കേൾക്കുമ്പോ ഇതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഹോസ്പിറ്റൽസിൽ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ്. അത് പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, കംപ്ലീറ്റ് ചെയ്യേണ്ടത് അദ്ദേഹം തന്നെയാണ്. അതിനകത്ത് അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട്, അല്ലെങ്കിൽ ഫൈനൽ നോട്ട്, ഇങ്ങനെ എല്ലാ നോട്ടും ഉണ്ടായിരിക്കും.
അഡ്മിഷൻ നോട്ടിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻസ് കളക്ടഡ് ഫ്രം ദ പേഷ്യന്റ്, പേഷ്യന്റിന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ, ഹിസ്റ്ററി, ടൈം ഓഫ് അഡ്മിഷൻ ഒക്കെ എഴുതിയ ആ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഇൻഫർമേഷൻസ് ആണ് അഡ്മിഷൻ നോട്ടിൽ ഉണ്ടാകുക. ഓക്കെ, അതിനുശേഷം എന്തൊക്കെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് പ്രോഗ്രസ് നോട്ടിൽ. ക്ലിയർ ആയോ? പ്രോഗ്രസ് നോട്ട് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? വേഗം പറയേ. ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ പാത്തോളജി റിപ്പോർട്ടാണ്. പാത്തോളജി റിപ്പോർട്ടാണ്. എന്താണ് പാത്തോളജി? പാത്തോളജി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ നിങ്ങള്? പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളുടെ ബോഡിയിൽ നിന്നും എന്തെങ്കിലും ഡിസീസസിനെ കുറിച്ച് പഠിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ബോഡിയിൽ നിന്നൊക്കെ എടുക്കുക അല്ലെ? ബോഡി ഫ്ലൂയിഡ്സ് ആകാം, ബ്ലഡ് ആകാം, മറ്റേതെങ്കിലും സാധനം ആകാം. ഒരു ഉദാഹരണം പറഞ്ഞത് ബയോപ്സി. ബയോപ്സി കണ്ടിട്ടില്ലേ? എന്തിനാ ബയോപ്സി എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ ടെസ്റ്റ് ഓഫ് ക്യാൻസർ അല്ലെ? ഇവിടെ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ് ആണ്. അന്നേരം എന്ത് എടുക്കാം നമ്മുടെ ബയോപ്സിക്ക് വേണ്ടിയിട്ട്? ശരീരത്തിൽ നിന്ന് ഒരു ഇതാണ് എടുക്കാം അല്ലെ? ട്യൂമറസ് ആയിട്ടുള്ള ഏതെങ്കിലും സംഭവങ്ങൾ, ഒരു എന്താ പറയാ, ടിഷ്യൂ വിൽ ബി ടേക്കൺ ഔട്ട് ഫ്രം അവർ ബോഡി. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോവുക, അയക്കുക. ചിലപ്പോൾ അവിടെ തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ മൈക്രോസ്കോപ്പിക് മാക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ടിഷ്യൂസ് എടുത്തിട്ട് റിമൂവ് ചെയ്ത് പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ചിലപ്പോൾ എടുത്ത് അല്ലെങ്കിൽ ആ ഭാഗം മുറിച്ചെടുത്ത് അല്ലെ റിമൂവ് ചെയ്ത് മാറ്റി എന്ത് ചെയ്യുന്നു? സർജറിയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊസീജിയേഴ്സിലൂടെ അത് റിമൂവ് ചെയ്തിട്ട് ടു സപ്ലൈ ദ ടിഷ്യൂ ഫോർ പാത്തോളജിക്കൽ അനാലിസിസ്. ആ രോഗത്തിന്റെ കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് എടുക്കുന്നത്. അതാണ് പാത്തോളജി റിപ്പോർട്ട്. അതിന് ഉദാഹരണമാണ് ബയോപ്സി എന്ന് പറയുന്നത്. അപ്പൊ പാത്തോളജി ഒരു മൈക്രോസ്കോപ്പിക് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പഠനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള മറ്റ് പല പഠനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചിലപ്പോൾ മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തത് ആയതുകൊണ്ട് അത്തരം വിശദമായ പഠനങ്ങൾ ആവശ്യമുണ്ട്. മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലുതാണെങ്കിലും അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ മുഴയൊക്കെ പല രീതിയിലൊക്കെ വയറില് അവിടെ ഇവിടെയൊക്കെ വരും. അപ്പൊ ചിലതൊക്കെ ഹാംഫുൾ ആണ്, ചിലതൊന്നും അത്ര ഹാംഫുൾ അല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചതാ. അപ്പൊ എല്ലാ ട്യൂമേഴ്സും ഹാംഫുൾ അല്ല. അതിൽ ഏതാണ് ഹാംഫുൾ എന്ന് നോക്കി അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സം ഷുഡ് ബി സെൻഡ്, അത് അയക്കണം പഠനങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് റിസൾട്ട് വന്നിട്ടാണ് നമ്മളത് ക്യാൻസർ ആണോ അല്ലേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പാത്തോളജി റിപ്പോർട്ട്സിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബയോപ്സി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മളുടെ ശരീരത്തില് ഏതെങ്കിലും ടിഷ്യൂസ് എക്സ്പെൽ ചെയ്ത് റിമൂവ് ചെയ്ത് എടുത്ത് പേഷ്യന്റിന്റെ സർജറിയിലൂടെയോ മറ്റേതെങ്കിലും പ്രൊസീജിയേഴ്സിലൂടെയോ ആയിരിക്കും എടുക്കുക. ചിലത് ഓപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും, ചിലതല്ലാതെയും എടുക്കാൻ പറ്റും. പല രീതിയിലൊക്കെ എടുത്ത് അത് എന്താ പറയാ ഫോർ പാത്തോളജിക്കൽ അനാലിസിസ്. പാത്തോളജിക്കൽ മീൻസ് റിലേറ്റഡ് ടു ഡിസീസസ്, രോഗങ്ങളുടെ നിവാരണത്തിനെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് എന്താ പറയാ അയക്കുക, അല്ലെങ്കിൽ അത് എടുത്തിട്ട് ഡിസ്കവർ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തുന്നതൊക്കെയാണ് പഠനങ്ങൾക്ക് വിധേയമാക്കി. അതാണ് പാത്തോളജി റിപ്പോർട്ട്. അത്തരം റിപ്പോർട്ടുകളാണ്, അത് റിപ്പോർട്ടായിട്ട് വരും പിന്നീട്. അപ്പൊ അത് എന്തായി? പാത്തോളജി റിപ്പോർട്ടായി മാറും. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ റേഡിയോളജി റിപ്പോർട്ടാണ്. അതിനകത്ത് എന്ത് നമുക്കറിയാം, റേഡിയോളജി ഒക്കെ നമ്മൾ പഠിച്ച ഡിപ്പാർട്ട്മെന്റ് ആണ്. എക്സ്റേ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സ്കാനിങ്, തെർമോഗ്രാഫി, സെറോഗ്രാഫി, അതുപോലെ അൾട്രാസോണോഗ്രാഫി. അൾട്രാസൗണ്ട് തന്നെയാണ് ഈ അൾട്രാസോണോഗ്രാഫി എന്ന് പറയുന്നത്. സെറോഗ്രാഫി എന്ന് പറയുന്നത് ഈ പറയുന്നത് ഇതൊരു എന്താ പറയാ, നമ്മള് ഡോക്യുമെന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു ഗ്രാഫിക് പ്രൊസീജിയർ ആണ്. ഡോക്യുമെന്റുകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രാഫിക് പ്രൊസീജിയർ ആണ് സെറോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന റേഡിയോളജി റിപ്പോർട്ട്സിനകത്ത് വരുന്ന ഇതിന്റെ എല്ലാം റിപ്പോർട്ട് വരും. റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, എക്സ്റേസ്, തെർമോഗ്രഫി, സീറോഗ്രഫി ആൻഡ് അൾട്രാസോണോഗ്രഫി. റേഡിയോളജി റിപ്പോർട്ടിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. റേഡിയോളജിക്കൽ റിപ്പോർട്ടായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? എക്സ്റേ, റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, തെർമോഗ്രഫി, സീറോഗ്രാഫി ആൻഡ് അൾട്രാസോണോഗ്രഫി. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ? ക്ലിയർ ആണല്ലോ? അടുത്തത് പറഞ്ഞോട്ടെ. കൺസൾട്ടേഷൻ റിപ്പോർട്ടാണ്. ഓക്കെ, എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഒപ്പീനിയൻ ഓഫ് പേഷ്യൻസ് കണ്ടീഷൻ. കൺസൾട്ട് ചെയ്തു, നമ്മൾ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുന്നത് അറിയാലോ, അതിനെയാണ് നമ്മൾ കൺസൾട്ടേഷൻ എന്ന വാക്ക് കൂടുതൽ ഉപയോഗിക്കുക. ഡോക്ടറെ കാണാൻ പോകുന്നതിനെയാണ് നമ്മൾ കൺസൾട്ടേഷൻ. അപ്പൊ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ,
It will be specialized by the physician who are attending that patient. ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആരാണോ അവരായിരിക്കും ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പൊ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആ പേഷ്യന്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അഭിപ്രായങ്ങളായിരിക്കും അവിടെ എഴുതി വയ്ക്കുക കൺസൾട്ടേഷൻ റിപ്പോർട്ടായിട്ട്. ഇറ്റ് വിൽ ബി ഡിപെൻഡഡ് അപ്പോൺ ദ റിവ്യൂ ഓഫ് ദ പേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡ്, എക്സാമിനേഷൻ ഓഫ് അറ്റൻഡിങ് ഫിസിഷ്യൻ ആൻഡ് ഓൾസോ കോൺഫറൻസിംഗ് വിത്ത് ദ അറ്റൻഡിങ് ഫിസിഷ്യൻ. അതായത് ഹോസ്പിറ്റൽസിൽ അവിടെ ഒരു അറ്റൻഡൻസിങ് ഫിസിഷ്യന്റെ ആവശ്യമില്ല അവിടെ നമുക്ക്. ഓക്കെ, അപ്പൊ അത് ഈ ഒരു രോഗിയെ നോക്കി ആളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് എഴുതുന്നത് ഡോക്ടർ അറ്റൻഡിങ് ഫിസിഷ്യൻ ആരാണോ അവര് തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ട്, അതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. അത്ര അറിയേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ വരെ മതി നമുക്കത്. അറ്റൻഡിങ് ഫിസിഷ്യൻ എന്ന് പറയുന്നത് വരെ മതി. പിന്നീട് അത് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ് കേട്ടോ. പേഷ്യന്റ് ആൻഡ് കോൺഫറൻസിങ് വിത്ത് അറ്റൻഡിങ് ഫിസിഷ്യൻസ് എന്നുള്ള ഭാഗം വേണ്ട നമുക്ക്. അറ്റൻഡിങ് ഫിസിഷ്യൻ എന്ന് വരെയുള്ളത് മതി. അതൊന്ന് ബാക്കിയുള്ള ഭാഗം ഒന്നും വേണ്ട എന്നുള്ളത് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ. അപ്പോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഒപ്പീനിയൻ ഓഫ് ദ കണ്ടീഷൻ ബൈ എ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ. അതായത് രോഗിയെ നോക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യൻസ് ആരാണോ അവര് തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ, അത് എന്തിൽ ആശ്രയിച്ചിരിക്കും? പേഷ്യൻസിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ, മെഡിക്കൽ റെക്കോർഡ്, രോഗത്തെ നോക്കി അതിനെ കുറിച്ച് വിലയിരുത്തിയതിനെ കുറിച്ചുള്ള റിപ്പോർട്ടായിരിക്കും കൺസൾട്ടേഷൻ റിപ്പോർട്ടായി മാറുക. അറിയാലോ, അതിനെയാണ്. അപ്പൊ രോഗിയെ നോക്കി എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി അതൊക്കെ അവിടെ റിപ്പോർട്ടായിട്ട് എഴുതി വയ്ക്കും. ഇന്നാളെ ശ്രദ്ധിച്ചു, ഇന്ന രോഗമാണ്, അതിന് ഇന്ന മരുന്നാണ് ഞാൻ കുറിച്ചുകൊണ്ട് ഇറ്റ് ബിക്കംസ് എ കൺസൾട്ടേഷൻ റിപ്പോർട്ട്. അത്രേ ഉള്ളൂ. കൺസൾട്ടേഷൻ റിപ്പോർട്ട് അവിടെ വരെ മതി കേട്ടോ. അറ്റൻഡിങ് ഫിസിഷ്യൻ എന്നുള്ളത് വരെ മതി. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നിർത്താം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ അനസ്തേഷ്യ റിപ്പോർട്ട്. അനസ്തേഷ്യ റിപ്പോർട്ട് കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അനസ്തേഷ്യ റിപ്പോർട്ട് നമുക്കറിയാം, ബിഫോർ പ്രൊവൈഡിങ് എനി സർജറീസ്, ഓപ്പറേഷൻസ്, എന്തെങ്കിലും ഓപ്പറേഷൻ സർജറീസ് ഒക്കെ നടത്തുന്നതിന് മുമ്പ് there will be that such patients will be provided some amount of anesthesia. ഒരു കുറച്ചളവില് അനസ്തേഷ്യ ചിലപ്പോ കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കും ഓപ്പറേഷൻസ് കൊടുക്കുമ്പോ. കാരണം അനസ്തേഷ്യ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് കുറച്ച് സമയത്തേക്ക് ആളെ അൺകോൺഷ്യസ് ആയിട്ട് ആ ഒരു ഓപ്പറേഷൻസ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു മുറിവ് വന്നാൽ തന്നെ എത്ര പെയിൻഫുൾ ആണ്. അപ്പൊ വലിയ എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടത്തുമ്പോൾ അവിടെ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് ഡോക്ടർക്കും അതുപോലെ തന്നെ അത് ചെയ്യുന്ന ഡോക്ടേഴ്സും അവരുടെ അസിസ്റ്റൻസിന് കൂടാതെ പേഷ്യൻസിനും അവര് പെട്ടെന്നൊക്കെ തട്ടുവും അത് എന്തൊക്കെ കൈയും കാലൊക്കെ നമുക്ക് ഒരു ചെറിയ സ്ഥലത്ത് എവിടെയെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പെട്ടെന്ന് അനുഭവപ്പെട്ട നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മൾ അതിനെ നമ്മുടെ ബോഡി അതിനെ റിയാക്ട് ചെയ്യും, ഞെട്ടും അല്ലെങ്കിൽ വലിക്കും കൈ, അല്ലെ? അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സ്മോൾ എമൗണ്ട് ഓഫ് അനസ്തേഷ്യ വിൽ ബി ഗിവൺ ആൻഡ് ഒരു ഇഫക്റ്റീവ് ആയിട്ട് ആ ഒരു ടൈമിലേക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം. അത് അനസ്തേഷ്യ കൊടുക്കുന്ന അനസ്തെറ്റിക് ഏജന്റ്, ദ എമൗണ്ട് ഓഫ് ടെക്നിക് യൂസ്ഡ് ടു എക്സിക്യൂട്ട് ഇറ്റ് ഇഫക്റ്റ് ഡ്യൂറേഷൻ, അതായത് എത്ര നേരത്തേക്ക് ഒക്കെ ആണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് കൊടുക്കുക. ആ സമയത്ത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ ഇതൊക്കെ ചെറുതായിട്ട് മോണിറ്റർ ചെയ്തിട്ടാണ് അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ പറഞ്ഞ കാര്യം കുറച്ചുകൂടി വേറെ രീതിയിൽ കുറച്ചുകൂടി പറഞ്ഞു മാത്രം. ഓക്കെ, ബിഫോർ പ്രൊവൈഡിങ് അനസ്തേഷ്യാസം, the duration of anesthetic, the temperature, എത്ര നേരത്തേക്കാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്, ആളുടെ ടെമ്പറേച്ചർ, പൾസ് റേറ്റ്, റെസ്പിറേഷൻ റേറ്റ്, ബ്ലഡ് പ്രഷർ ഓൾസോ ഷുഡ് ബി മോണിറ്റേർഡ്. അതൊക്കെ മോണിറ്റർ ചെയ്തിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ പേഷ്യന്റിന് ഇടയ്ക്ക് വെച്ച് വരുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതില്ലാതിരിക്കാനാണ് ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ മോണിറ്റർ ചെയ്ത് വെക്കാനായിട്ട് പറയുന്നത്. ഭയങ്കര BP ഒക്കെ ഉള്ള ആൾക്കാരെ പെട്ടെന്ന് അനസ്തേഷ്യ കൊടുത്താൽ പെട്ടെന്ന് ചില ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. ടു അവോയ്ഡ് ഇറ്റ്, അതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് നേരത്തെ മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ BP ഒക്കെ ഹൈ ആണെങ്കിൽ ആ BP ഒക്കെ ഒന്ന് താഴാൻ വേണ്ടി നിൽക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ വേഗം പോയിട്ട് ഭയങ്കര ഹൈ BP ഉള്ള ആളുകളോ ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ ഉള്ള ആളുകളിൽ ഇത്തരം അനസ്തേഷ്യ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ദോഷമായിട്ട് തീരും. ഓക്കെ, അനസ്തേഷ്യ റിപ്പോർട്ട്സ് അതാണ്. സ്മോൾ എമൗണ്ട് ഓഫ് അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ടാവും, അത് അവിടെ എഴുതി വെക്കണം. ഇത്ര എമൗണ്ട് ഓഫ് അനസ്തേഷ്യ ആണ് കൊടുത്തേക്കണേ, അല്ലെ? ഇത്ര യൂണിറ്റ്, ഇത്ര MM, അല്ലെ? ഇത്ര മില്ലിഗ്രാം എന്നൊക്കെ പറഞ്ഞ് അവർ റെക്കോർഡ് ചെയ്ത് വെക്കും. ആ അളവിൽ ഒട്ടും തന്നെ കൂടാനും ഒന്നും പാടില്ല. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ കൊടുക്കേണ്ട അളവ് ഇത്രയായിരുന്നു, പക്ഷെ അത് കൂടുതൽ കൊടുത്തു. അപ്പൊ അത് പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന പേഷ്യൻസിൽ ഇത്രയും കൊടുക്കാനായിട്ട് പറ്റില്ല. അവരുടെ ഏജ്, അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് എമൗണ്ട് ഓഫ് അനസ്തേഷ്യ കനോട്ട് ബി പ്രൊവൈഡഡ്, അത്രയും എമൗണ്ട് കൊടുക്കാൻ പാടില്ലാത്ത ഒരാളാണ്
എന്നൊക്കെ ഉണ്ടാവും അതിനൊക്കെ അല്ലെ. അതിനൊക്കെ കുറെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് കണ്ടിട്ടൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. അതാണ് അനസ്തേഷ്യ. എന്നിട്ട് അതൊക്കെ റിപ്പോർട്ടാക്കി വെക്കുക. കാരണം അതും പിന്നീട് ആവശ്യമുള്ള ഒരു ഡാറ്റയായിട്ട് മാറും. അതാണ് അനസ്തേഷ്യ റിപ്പോർട്ട്. ക്ലിയർ ആയോ? നമ്മൾ ഇന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞത്, പഠിക്കാൻ വേണ്ടി നിങ്ങളോട് അടയാളപ്പെടുത്താനായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങള് ഏതൊക്കെയായിരുന്നു? ഒന്ന് മെഡിക്കൽ ഹിസ്റ്ററി, അതിനകത്ത് വന്നിരിക്കുന്ന ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഫിസിഷ്യന്റെ ഓർഡർ, ഫിസിഷ്യൻസ് ഓർഡർ എന്താണ് എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, റേഡിയോളജി റിപ്പോർട്ട്, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്താണെന്നും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അത് മൂന്നുമാണ് ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. ബാക്കിയുള്ളത് പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, സോറി വായിക്കണ്ടെന്ന് പറഞ്ഞില്ല, നന്നായിട്ട് വായിച്ചു പഠിക്കണം. ഓക്കെ, 2-3 പ്രാവശ്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലക്കേറി തോന്നും. പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്നും പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ അല്ലേ? അനസ്തേഷ്യ റിപ്പോർട്ട് വരെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, യെസ്, നന്നായി വായിച്ചു നോക്കണേ. വായിച്ചു നോക്കണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, മറക്കരുത്. ഓക്കെ, ബൈ. അടുത്ത ദിവസം കാണാം. കേട്ടാ? Thank you, ma'am. Thank you, ma'am. Okay, thank you. Ma'am.